നമസ്കാരം. ടീം ഗ്ലോബൽ ഡിജിറ്റൽ ആസാദി മിഷന്റെ മറ്റൊരു ബിസിനസ് ബിൽഡിംഗ് സെമിനാർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലാ ഞായറാഴ്ചയും നമ്മൾ 4 മണിക്ക് ഈ ഒരു ബിസിനസ്സിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമായി ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ലോകം മുഴുവൻ COVID-19 കുറിച്ചും കൊറോണ വൈറസിനെ കുറിച്ചും വളരെ ആശങ്കാകുലരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംരംഭകനാകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ നിരന്തരം ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയ ഒരു ബിസിനസ്സായി ഡയറക്ട് സെല്ലിംഗ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു കമ്പനിയായി മോദി കെയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വളരെ അഭിമാനത്തോടെ ഞാൻ ഇന്ന് നിങ്ങൾ എല്ലാവരെയും മോദി കെയറിന്റെ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബിസിനസ് വളരെ മികച്ച, സുരക്ഷിതമായ, വിജയിക്കാൻ കഴിയുന്ന, ഇതൊരു സാധാരണക്കാരനും ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണെന്നുള്ളത് നിരന്തരം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പേജിലൂടെ നമ്മൾ വിമൺ എംപവർമെന്റ് സെഷനിലൂടെ നിരവധി വ്യക്തികളുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഈ ബിസിനസ്സിൽ ഈവൺ ഈ ഒരു കൊറോണ ടൈമിൽ പോലും 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ബിൽഡ് ചെയ്യുന്ന പല ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടു. സോ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രത്യേകത, ഈ ഒരു കൊറോണ ടൈമിൽ വളരെ മികച്ച രീതിയിൽ വലിയ ബിസിനസ് ചെയ്യുന്ന, അതായത് 1 കോടിക്ക് മുകളിൽ ബിസിനസ് ടേൺ ഓവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികളെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാറിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സോ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിഷാദ് ബക്കർ. പ്രൊഫഷണലി ഞാനൊരു ട്രെയിനറാണ്, ഒരു ബിസിനസ് കോച്ചാണ്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി മോദി കെയർ ബിസിനസ് വളരെ സക്സസ്ഫുള്ളി ചെയ്യുന്നു. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സംസ്ഥാനങ്ങളിൽ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് തന്നെയാണ് മറ്റെല്ലാവരെയും പോലെ തന്നെ എന്നെയും ഈ ബിസിനസ്സിലേക്ക് ആകർഷിച്ചത്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിറ്റഴിക്കപ്പെടുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിക്കുള്ളത് കൊണ്ട്, അത് തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഈ പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടും തന്നെ, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാനും എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ദിനേശ് നാരായൺ, ഞങ്ങൾ ഒരുമിച്ചാണ് 6 വർഷം മുമ്പ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ഇന്ന് കേരളത്തിലുടനീളം, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ഒട്ടനവധി വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് മാറാൻ, അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് അവരുടെ ഒപ്പം നിൽക്കാൻ, ഒരു തുണയായിട്ട് മാറാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാവുന്ന, ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യം. ഞാൻ ഇന്നത്തെ ബിസിനസ് ബിൽഡിംഗ് സെമിനാറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും നമ്മൾക്കൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നോർമലി ഒരുപക്ഷെ എല്ലാവരും പറയുന്ന ഒരു ആൻസർ ഇല്ല എന്നാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വലിയ മുതൽ മുടക്കും, അതുപോലെ തന്നെ വലിയ ഇൻഫ്രാസ്ട്രക്ചറും, അത് ഒപ്പം തന്നെ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാനുള്ള വലിയൊരു ചങ്കുറപ്പും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് പുതിയ ബിസിനസ് മോഡലുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് പുതിയ പുതിയ ബിസിനസ് മോഡലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് വളരെ വേഗതയിൽ വളരുന്ന ഒരു പുതിയ ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇതിനെ പുതിയ മോഡൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഈ ഒരു ബിസിനസ് മോഡൽ ലോകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാണെങ്കിൽ ഒരു പക്ഷേ 20 വർഷമായി ഈ ഒരു ബിസിനസ് മോഡലുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഗവൺമെന്റുകളൊക്കെ ഈ ഒരു ബിസിനസ്സിനെ നല്ലൊരു ബിസിനസ് മോഡലായി കണക്കാക്കാൻ തുടങ്ങിയത്. അതിനപ്പുറത്ത് പറയുകയാണെങ്കിൽ ടെക്നോളജിയുടെ വരവോടുകൂടി ഈ ഒരു ബിസിനസ് കുറച്ചുകൂടെ ബെറ്റർ ബിസിനസ് മോഡലായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് മോഡലിനെ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ സമീർ മോദി തുടങ്ങിയ ഒരു വലിയ ഒരു വിഷനോടുകൂടി തുടങ്ങിയ ഈ ഒരു സ്ഥാപനം ഇന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞാൽ 80 വർഷങ്ങൾക്ക് മുമ്പാണ് റായ് ബഹദൂർ ഗുജറാൾ മോദി എന്ന് പറയുന്ന വ്യക്തി മോദി ഗ്രൂപ്പിന് തുടക്കം വിടുന്നത്. അതിനുശേഷം മകൻ കെ മോദി ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കുറച്ചുകൂടെ വലിയൊരു ഇന്റർനാഷണൽ വ്യാപാര ബന്ധങ്ങളുള്ള, അന്താരാഷ്ട്രമായ വ്യാപാര ബന്ധങ്ങളുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ സമീർ മോദി ഒരു ഡയറക്ട് സെല്ലിംഗ് സ്ഥാപനം തുടങ്ങുന്നു. അതാണ് മോദി കെയർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം, കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മോദി കെയർ എന്ന് പറയുന്നത്. സോ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, അതും 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോടുകൂടി 12 കാറ്റഗറികളിലായി ഏകദേശം 400-ലധികം ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു കമ്പനി നമ്മൾക്ക് തരുന്നത്.
സോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പാണ് മിസ്റ്റർ സമീർ മോദി നമ്മൾക്ക് ഓഫർ ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും അതുവഴി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുകയുമാണ് ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ബിസിനസ് മോഡൽ 100% തെളിയിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൊറോണ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ലൈവ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ 6-7 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരുപാട് നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ മറ്റുള്ള പല ബിസിനസ് മോഡലുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും ഒരു അടിസ്ഥാന യോഗ്യത പോലും ആകാതെ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബിസിനസിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് കഴിയും. അത് മാത്രമല്ല, നിങ്ങളുടെ സത്യസന്ധമായ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇന്ന് ഈ ഒരു ബിസിനസ് മോഡൽ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ 3-4 മാസങ്ങൾക്കുള്ളിൽ ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ആളുകൾ അവരുടെ വലിയ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു. കാരണം ഒരുപക്ഷെ നല്ല ജോലിയുള്ള ആളുകളായിരിക്കാം, നല്ല ബിസിനസ് ഉള്ള ആളുകളായിരിക്കാം. പക്ഷേ ഈ ഒരു കുഞ്ഞു വൈറസ് നമ്മളുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ പോലും വളരുന്ന ഒരു ബിസിനസ്. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാം 100 കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിലും വളരെ വലിയ വേഗതയിൽ വളരുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ വളരെ വേഗതയിൽ വളരുന്ന ഒരു ഇൻഡസ്ട്രി, അതും നമുക്ക് നമ്മുടെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുത്ത് അല്ലെങ്കിൽ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് മോഡൽ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. വളരെ വലിയ ഗൗരവമായ ഒരു സബ്ജക്ട് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ ഒരു കൊറോണ സമയത്ത് പോലും നമുക്ക് വലിയ രീതിയിൽ ടേൺ ഓവർ ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബിസിനസ് എത്രമാത്രം വിജയിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ വിജയ സാധ്യത എന്താണെന്നാണ് ഓരോ ഞായറാഴ്ചയും 4 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ഈ ബിസിനസ് ചെയ്യുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മോദി കെയറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഗ്രോത്ത് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ മോദി കെയറിനുണ്ടായിട്ടുള്ള വളർച്ച ആരെയും അമ്പരപ്പിക്കുന്ന വളർച്ചയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യം നിലവിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ലോക്ക്ഡൌണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിലും കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച ഒരു ടേൺ ഓവർ കഴിഞ്ഞ മാസം കമ്പനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 160 കോടി രൂപയുടെ സെയിലാണ് കഴിഞ്ഞ മാസം മാത്രം നടന്നത്. സോ ഇത്തരം ഒരു ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ പോലും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മോദി കെയർ ബിസിനസ് മാറുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു ബിസിനസ് മോഡൽ എന്താണ്, ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇന്നത്തെ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാറിൽ ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ചില വ്യക്തികളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു ഗോഡൌണോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ തുടങ്ങി സാധാരണ നമ്മൾ കാണുന്ന പരമ്പരാഗതമായ ഒരു ബിസിനസ് രീതികളൊന്നും തന്നെ ഇല്ലാതെ ഒരു മാസം 80 ലക്ഷവും 1 കോടിക്ക് മുകളിലും ടേൺ ഓവർ ചെയ്യുന്ന ചില ചാമ്പ്യൻസിനെയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പരിചയപ്പെടുന്നത്. ഇത് കേരളത്തിലെ മാത്രം കഥയല്ല, ഇന്ന് ഇന്ത്യയിലുടനീളം ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വളരെ അഭിമാനത്തോടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു പുതിയ റെവല്യൂഷനാണ്, പുതിയൊരു തുടക്കമാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ശരിയായ ഒരു ബിസിനസ് മോഡലാണോ, ഇതൊരു മണി ചെയിൻ പരിപാടിയല്ലേ, ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ, അല്ലെങ്കിൽ ഇത് ആളുകളെ ചേർക്കുന്ന പരിപാടിയല്ലേ? സോ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ എല്ലാവരോടും ഞാൻ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവര് ഓരോ മാസവും ലക്ഷങ്ങളുടെ ടേൺ ഓവറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോടികളുടെ ടേൺ ഓവറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപക്ഷെ ഈ ബിസിനസ് ചെയ്യുന്നവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ആൻസർ നമുക്ക് ലഭിച്ചേക്കാം. സോ ബിസിനസ് മോഡൽ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 12 കാറ്റഗറികളിലായി മികച്ച ഗുണനിലവാരമുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉള്ള 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ള 400-ലധികം ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് തരുന്നു. ഡിഫറെന്റ് കാറ്റഗറിയിലായിട്ട്, അതായത് വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്,
ഉണ്ട്, പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളുണ്ട്, സ്കിൻ കെയർ, കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര നിലവാരമുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ആ പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ എൻഡ് ഓഫ് ദ മന്ത്, ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവർ അനുസരിച്ചുകൊണ്ട് ഒരു നിശ്ചിത ശതമാനം നിങ്ങളുടെ ലാഭവിഹിതമായി കമ്പനി നിങ്ങൾക്ക് തരുന്നു. സോ പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു വലിയ സ്വാതന്ത്ര്യം ഈ കമ്പനി തരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വരുമാനം നിങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. യു ഹാവ് ദ റൈറ്റ് ടു ഡിസൈൻ യുവർ ഇൻകം. നിങ്ങളുടെ വരുമാനം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നെയ്തെടുക്കാൻ, നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കഴിയും. അതാണ് ഇതിന്റെ സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ബിസിനസ് മോഡലിനെ മറ്റുള്ള മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട്, മറ്റുള്ള മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ട്, ഒരുപക്ഷെ പലരും പറയാം ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നെല്ലാം പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ ഈ ബിസിനസ് ചെയ്ത് വിജയിച്ച കുറെ വ്യക്തികൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവർ സാധാരണ ആൾക്കാരാണ്, വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തികളാണ്. പക്ഷേ ഇവരുടെ അസാധാരണമായ ഒരു നിലപാടുകൾ, അസാധാരണമായ തീരുമാനങ്ങൾ ഇന്ന് ഇവരെ വലിയ നേട്ടത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഹെഡിങ് തന്നെ നിങ്ങൾ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും. കൊറോണ സമയത്ത് 1 കോടിയിലധികം ബിസിനസ് നേടിയ ആളുകൾ. തീർച്ചയായിട്ടും ആ ഹെഡിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ഭാരതത്തിൽ 1% ആളുകളെങ്കിലും ഓൺട്രപ്രണേഴ്സ് ആയി കഴിഞ്ഞാൽ, സംരംഭകരായി മാറിക്കഴിഞ്ഞാൽ ഭാരതം ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറും. സോ ഈ 1%-നെയൊക്കെ നമുക്ക് ഓൺട്രപ്രണേഴ്സ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ സംരംഭകത്വം വളർത്തിയെടുക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ, ഒരു ഓൺട്രപ്രണർ ആവണമെങ്കിൽ അത് വലിയ മുതൽ മുടക്കുള്ള, വലിയ തലവേദനകൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് നമുക്ക് ഇത്തരത്തിലൊരു ബിസിനസ് മോഡൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പല ബിസിനസ് മോഡലുകളും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സാധാരണ LKG-യിലും അല്ലെങ്കിൽ UKG-യിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മൊബൈലിലൂടെയാണ് അവരുടെ ക്ലാസ്സുകൾ പഠിക്കുന്നത്. പക്ഷേ ഇത് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ ഒരു കുതിച്ചുചാട്ടം ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുമെന്ന് കണ്ണൂരുള്ള മിസ്റ്റർ ബൈജു ഡെവലപ്പ് ചെയ്തു. ഇന്ന് ലോകത്തിലെ വമ്പൻ കമ്പനികളാണ് ആ സംരംഭത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. ബൈജൂസ് ആപ്പ് എന്ന് പറയുന്നത് ഇന്നൊരു ഗ്ലോബലി വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ബിസിനസ് മോഡലുകളുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ഒരു പക്ഷേ ട്യൂഷൻ സെന്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരു മൊബൈൽ ആപ്പിലേക്ക് വന്ന സമയത്ത് അത് ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബിസിനസ് മോഡലുകളുടെ പ്രാധാന്യമാണ്. സോ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. അവരും ഈ ബിസിനസ് മോഡലിനെ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിലും ഈ ബിസിനസ് മോഡൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. സോ 1 കോടിയിലധികം ബിസിനസ് ടേൺ ഓവർ ഡെവലപ്പ് ചെയ്ത ചാമ്പ്യൻസിനെയാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. സോ ഞാൻ ആദ്യം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള, അറ്റ് ദ സെയിം ടൈം കോഴിക്കോടിനടുത്ത് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വളരെ പവർഫുൾ ആയിട്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളെ ഈ ബിസിനസ്സിലേക്ക് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആദ്യം ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത്. ജിതു ചന്ദ്രൻ, വെൽക്കം ടു ബിസിനസ് ബിൽഡിംഗ് സെമിനാർ. കേൾക്കാമോ? കേൾക്കാം. ഹലോ ജിതു. ഓക്കെ, എനിക്ക് 2-3 വ്യക്തികൾ കൂടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. മറ്റൊന്ന് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വരികയും ഈ ബിസിനസ്സിൽ ഒട്ടനവധി വ്യക്തികളെ വലിയ രീതിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഐ ഇൻവൈറ്റ് മിസ്റ്റർ ശ്രീജിത്ത് നായർ. നമസ്കാരം സർ. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. അടുത്തതായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മറ്റൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ. അദ്ദേഹം ഈ ബിസിനസ് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. ഒട്ടനവധി വ്യക്തികളെ ഈ
ബിസിനസ്സിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. സോ വെൽക്കം മിസ്റ്റർ രാധാകൃഷ്ണൻ. വെൽക്കം മിസ്റ്റർ രാധാകൃഷ്ണൻ. നമസ്കാരം സർ. നമസ്കാരം ലീഡേഴ്സ്. നമസ്കാരം മാർക്കെ. നമസ്കാരം. ഒപ്പം എന്റെ കൂടെ ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ഈ യാത്ര തുടർന്ന് മുന്നോട്ട് പോകും. സോ ബാക്ക് ബോൺ, ഒരുപക്ഷെ നമ്മുടെ ബിസിനസിന്റെ നട്ടൽ എന്ന് വിശേഷിപ്പിച്ച പാർട്ട്ണർ മിസ്റ്റർ ദിനേശ് നാരായൺ. ദിനേശ്, വെൽക്കം ടു ദിസ് ഷോ. താങ്ക് യു. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ബിസിനസ് ബിൽഡിംഗ് സെമിനാറിലേക്ക് നമ്മളോട് ആദ്യം സംസാരിക്കാൻ വേണ്ടി വരുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിപ്പാണ്. ഈ വ്യക്തി കഴിഞ്ഞ മാസം മാത്രം എനിക്ക് തോന്നുന്നു മോദിക്കർ ബിസിനസ്സിലൂടെ ഏകദേശം ഉണ്ടാക്കിയ ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 80 ലക്ഷത്തിന് മുകളിലാണ്. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കുക, ഒരു ലോക്ക്ഡൌൺ ടൈമില്, ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ 80 ലക്ഷത്തിലധികം ടേൺ ഓവർ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് an amazing business, my dear friends. It's an amazing business. അതും എനിക്ക് തോന്നുന്നു ഒരു 3 ജില്ലകളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹ്യൂജ് ബിസിനസ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, നേരത്തെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ നമ്മുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്റർപ്രണർ മിസ്റ്റർ ജിതു ചന്ദ്രനെയാണ്. സോ ജിതു. ജിതു, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇന്നത്തെ ഈ ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ആദ്യം നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്തണം. അറ്റ് ദ സെയിം ടൈം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലോക്ക്ഡൌണിന് മുമ്പുള്ള നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ്, ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷമുള്ള നിങ്ങളുടെ ബിസിനസ് എന്താണ്? തീർച്ചയായും. എന്റെ പേര് ഇവിടെ സാറ് പരിചയപ്പെടുത്തി, ജിതു ചന്ദ്രൻ എന്നാണ്. സ്വദേശം ബാലുശ്ശേരിയാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എന്റെ വീട്. വളരെ സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് 15 വർഷത്തോളം മാർക്കറ്റിംഗിലായിരുന്നു, പല കമ്പനിയിലായിട്ട്. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, ഇതുപോലെ പല പല കമ്പനികളിലും. കമ്പനി മാറാന്നല്ലാതെ നമ്മുടെ വരുമാനത്തിൽ യാതൊരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല. എവിടെ പോയാലും ഒരു 15 രൂപ 20 രൂപ നമുക്ക് മാസ സാലറി കിട്ടും. അതിനപ്പുറം നമുക്ക് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അല്ലെ? എക്സ്പെഷ്യലി ഒരു യൂത്തായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല കാറ്, വീട്, അതുപോലെ തന്നെ വിദേശ യാത്ര, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഒരു ശമ്പളത്തിൽ നിൽക്കുമ്പോൾ, ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ ഇതൊന്നും നേടാൻ പറ്റാതെ വളരെ സാധാരണക്കാരനായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന സിറ്റുവേഷൻ. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ, എങ്കിൽ അവസരമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ എന്നോട് എന്റെ ഒരു ലീഡർ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നമ്മുടെ വാങ്ങുന്ന രീതി മാറ്റിയാൽ നമുക്ക് സമ്പന്നനാവാം എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു, എന്നെ ഇൻസ്പയർ ചെയ്തു. അങ്ങനെ എന്റെ വീട്ടിലേക്കുള്ള വാങ്ങുന്ന രീതി, അതായത് നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് ഞാൻ ഒരുപാട് FMCG ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാ, സോപ്പ്, പേസ്റ്റ് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതാ. അത് സാധാരണ ഒരു കടയിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന രീതി ഒന്ന് മാറ്റി മോദിക്കർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ജിഷാ സാർ പറഞ്ഞതുപോലെ 1 കോടിക്ക് അടുത്ത് ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അത് ഞാൻ 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, എനിക്ക് ടെൻഷൻ ഇല്ല, എനിക്ക് ടാർഗറ്റ് ഇല്ല, മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇല്ലാതെ ഇന്ന് മന്ത്ലി 1 കോടി രൂപ സെയിലിൽ എത്തി നിൽക്കുന്നു. ജിതു, എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ 1 കോടിയുടെ അടുത്ത് നിങ്ങൾ നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിങ്ങളുടെ ഒരുപക്ഷെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഇതൊരു മണി ചെയിൻ അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ടാവില്ലേ? എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? തീർച്ചയായും സാർ, തീർച്ചയായും. കാരണം ആൾക്കാർ ഇപ്പോഴും ഇതിനെ കാണുന്നത്, കാരണം ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഞാൻ ആൾക്കാരോട് പറയാറ്, നിങ്ങൾ 1 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വാങ്ങുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി എന്ന് പറയുമ്പോഴും ഇവര് മുന്നേ കാര്യം അതിനിടയിൽ ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ചൂടുവെള്ളത്തിൽ മുമ്പ് വീണിട്ടുണ്ടോ? ഞാനും വീണിട്ടുണ്ട് ചൂടുവെള്ളത്തില്. ഞാനും ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. കാരണം ജീവിതത്തില് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് അറിയാതെയോ നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോയ ആളാ. പക്ഷെ പിന്നീടാണ് നെല്ലും പതിരും നമ്മൾ തിരിച്ചറിയാന്ന് പറയുമല്ലോ,
അതുപോലെ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് മോദി കെയറിന്റെ വാല്യൂ മനസ്സിലാക്കിയത്. ഇവിടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതാണ്, ₹1 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ₹1 ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത. ഇവിടെ ₹1 ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു അവസരം, നമ്മൾ ഇത്രയും പവിത്രമായ ഒരു അവസരം ആളുകളോട് പറയുമ്പോൾ ആൾക്കാർ എന്താ പറയാ, ഇതിനെപ്പറ്റി പഠിക്കാൻ വരുന്നതിന് പകരം അവർ മാറി നിന്ന് എന്താ പറയാ, ഇത് മുന്നേ ഉള്ള ഒരു കമ്പനി അല്ലേ, ഇത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാനും എന്നോട് തന്നെ ചോദിച്ചതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് അല്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ആ സാധിക്കാൻ എന്താ പറയാ, ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ പുറത്തു നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇത് എന്താണ് നിങ്ങളൊന്ന് പഠിക്കുക. വൺ ടൈം നിങ്ങൾ മോദി കെയർ എന്താണെന്ന് കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. കേൾക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒറ്റയടിക്ക് ഇതിനെ റിജക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ മോദി കെയറിലേക്ക് വരാതെ പുറത്തു നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, പല ആൾക്കാരോട്, ഇപ്പൊ ഞാൻ കാർ എടുത്തു, ഞാൻ വീടെടുത്തു, അവരിപ്പോഴും എന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവൻ അടുത്തത് എന്താ എടുക്കാൻ പോണത്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി പറഞ്ഞു കാറിന്റെ സെയിൽസിലായിരുന്നു. അവിടെ എന്റെ വരുമാനം എന്ന് പറയുന്നത് ലാസ്റ്റ് കമ്പനിയിൽ ₹7,500 എന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ. എനിക്കൊരു 10 ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മളുടെ ഒരു സ്വപ്നങ്ങളും നേടാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അവിടെ നിന്നിട്ട് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു 5 വർഷം കൊണ്ട് എന്റെ ലൈഫിനുണ്ടായ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മാസം 2.5-3 ലക്ഷം രൂപ ഞാനിവിടെ ഏൺ ചെയ്യാം. എക്സ്പെഷ്യലി ഈ ഒരു കൊറോണ ടൈമിൽ പോലും എന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ. ഇതൊരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റില്ല. ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും പറ്റില്ല. കാരണം 3 കോടിയോ 4 കോടിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ₹1 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഇത്രയധികം വരുമാനം കിട്ടുന്നത് ഞാൻ ചെയ്തത് എന്ത്? അത് സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറയാം. ഞാൻ എന്റെ വീട്ടിലേക്കുള്ള ബൈങ് ഹാബിറ്റ് മാറ്റി ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, ഈ മാസം, കഴിഞ്ഞ മാസം നമുക്ക് എടുക്കാം, നമ്മുടെ ജൂൺ മാസം നമുക്ക് എടുക്കാം. ഞാൻ എന്റെ വീട്ടിലേക്ക് വാങ്ങിയത് വെറും ₹3000 സാധനം. എന്റെ വീട്ടിലേക്ക് അത്രയും രൂപയുടെ സാധനം മതി. അപ്പൊ എന്റെ വീട്ടിലേക്ക് വേണ്ട ഞാൻ വാങ്ങിയ പോലെ, ഈ പറഞ്ഞ പോലെ FMCG ഐറ്റംസ് എല്ലാം ഞാനൊരു ₹3000 വാങ്ങി. പക്ഷെ എന്റെ ടീമിൽ ഞാൻ ഈ അവസരം പറഞ്ഞു കൊടുത്തപ്പം അത് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, ഒരു 16,000-17,000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ ടീമിലുണ്ട്. അവരെന്ത് ചെയ്തു, അവരും അവരെ വീട്ടിലേക്ക് വേണ്ട ഈ പറയുന്ന മുളക് പോലത്തെ, മല്ലി പോലത്തെ, സോപ്പ്, പേസ്റ്റ് പോലത്തെ ഉൽപ്പന്നങ്ങൾ അവരെ വീട്ടിലേക്ക് വാങ്ങിയപ്പോ എന്റെ വീട്ടിലേക്ക് 3000, എന്റെ ടീമിൽ നടന്നത് 41,40,000 BV ആണ്. ഓൾമോസ്റ്റ് 90 ലക്ഷത്തിന്റെ ബിസിനസ് ആണ് സുഹൃത്തുക്കൾ എന്റെ ടീമിൽ നടന്നത്. ഇതാണ് ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ഒരു അവസരം കൂടുതൽ ആൾക്കാരോട് പറയാൻ തയ്യാറായാൽ പറക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മോദി കെയർ. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് ഞാൻ വീണ്ടും ആ വാക്ക് എടുത്തു പറയട്ടെ, ഷോപ്പ് ഇല്ലാതെ, സ്റ്റാഫ് ഇല്ലാതെ, ഒരു സാലറി കൊടുക്കാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് വന്നതാണ് ഈ പറഞ്ഞ ഇത്ര അധികം ടേൺ ഓവർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം. കാരണം നമ്മൾ പറയാം, നാട് ഓടുമ്പോൾ നമ്മൾ നടുവേ ഓടണം, അല്ലെ? കാലം ഓടുമ്പം കാലത്തിനൊപ്പം ഓടണം, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്ന. അപ്പൊ കാലഘട്ടത്തിന്റെ ബിസിനസ് എന്താ നമ്മൾ പഠിക്കാൻ തയ്യാറായി എന്നുള്ളത് മാത്രമാണ് സുഹൃത്തുക്കളെ എന്റെ ഈ ചെറിയ സക്സസ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു കൊറോണ ടൈമില് 80 ലക്ഷത്തിന്റെ ടേൺ ഓവർ നിങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്താണ്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സീക്രട്ട് ഒന്നുമില്ല. ലൈഫില് എന്താ പറയാ, നമുക്ക് രക്ഷപ്പെടുക എന്നുള്ളൊരു വലിയൊരു ആംബിഷൻ ഉള്ള ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇവിടുത്തെ സീക്രട്ട് അത്രയേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരെ കാണുക, കൂടുതൽ ആൾക്കാരോട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അവസരത്തിന്റെ വാല്യൂ പറഞ്ഞു കൊടുക്കുക. മറ്റു നിങ്ങൾ ഏതൊരു മേഖലയിൽ എടുത്താലും നിങ്ങളെക്കാളും കഴിവുള്ളവൻ വന്നാൽ നിങ്ങൾക്ക് അവിടെ ചവിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പണി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിൽ കാണാറ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് മോദി കെയറിൽ ഞാൻ കണ്ടേക്കുന്നത് വിൻ വിൻ സ്ട്രാറ്റജിയാണ്. ഞാൻ വിജയിക്കുമ്പോൾ എന്റെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ വിജയിപ്പിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിജയിപ്പിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, എന്റെ കൂടെ വന്ന ഒരുപാട് കുടുംബങ്ങളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഡിവോഷണൽ ആയിട്ടുള്ള, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ വരണം. എനിക്ക് മാത്രമല്ല, ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടികളും രക്ഷപ്പെടാൻ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അതൊരിക്കലും പാടില്ല. ഞാൻ രക്ഷപ്പെടുമ്പോൾ എന്റെ സമൂഹം കൂടി രക്ഷപ്പെടണമെന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുകയും മറ്റുള്ളവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ സമയവും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവന്റെ കൂടെ അവന്റെ സ്വപ്നം നേടിക്കൊടുക്കാൻ നിങ്ങൾ നിൽക്കുക. ഇത് മാത്രമാണ് സുഹൃത്തെ ഇവിടുത്തെ സീക്രട്ട് എന്ന് പറയുന്നത്. മറ്റുള്ളവനെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. ഇതാണ് ഇവിടുത്തെ സീക്രട്ട്. താങ്ക് യു ജിതു, താങ്ക് യു. എന്തായാലും മോദി കെയർ ബിസിനസ്സിലൂടെ ഇനിയും ഒരുപാട് കോടികളുടെ ടേൺ ഓവറും അതുവഴി ഒരുപാട് പേരുടെ ജീവിതവും മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരുപക്ഷെ ചില ചോദ്യങ്ങൾ ചില സമയത്ത് എനിക്ക് ചോദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം. അടുത്തത് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പാലക്കാട് ജില്ലയിൽ ഈ ഒരു ബിസിനസ് വളരെ സമൃദ്ധമായ രീതിയിൽ, വളരെ ശ്രദ്ധേയമായ രീതിയിൽ, പ്രത്യേകിച്ചും ഒട്ടേറെ വീട്ടമ്മമാരെ വലിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹവും കഴിഞ്ഞ മാസം ഈ ബിസിനസ്സിൽ ലക്ഷങ്ങളുടെ ടേൺ ഓവർ ആണ് ചെയ്തിരിക്കുന്നത്.
ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ വ്യക്തിയാണ് ഞാൻ വിളിക്കുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ. നമസ്കാരം സർ. നമസ്കാരം ആർക്കെ. വെൽക്കം ടു ദിസ് വണ്ടർഫുൾ ബിസിനസ് ബിൽഡിംഗ് സെമിനാർ. ആർക്കെയോട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ കൊറോണ ടൈമിനെ കാണുന്നത്? കൊറോണ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ അതോ കൊറോണ ഒരു ചലഞ്ചിങ് ടൈമാണോ? ഓക്കെ, ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. മോദികെയർ ബിസിനസ്സിൽ 4.5 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബിസിനസ്സിൽ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ ഇത്രയും വലിയ വിജയങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടോയെന്നൊന്നും തുടക്കത്തിൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ തുടങ്ങി. എന്നെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ ശ്രീ സാറാണ്. ശ്രീ സാർ മാസം 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സന്ദേശവുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ കടത്തിലായതുകൊണ്ടും കുറച്ചൊരു 10 ലക്ഷം രൂപയോളം കടം മുന്നേ ചെയ്ത ബിസിനസിന്റെ ഭാഗമായിട്ട് ഉണ്ടായതുകൊണ്ട് ഞാനിതൊരു അവസരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് നോക്കിക്കളയാം എന്നുള്ളൊരു ഫീൽഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കൊറോണ സാഹചര്യത്തിന് മുന്നേ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം ഒരു കോടിയുടെ ഉള്ളിൽ ഏകദേശം 80 ലക്ഷം രൂപയൊക്കെ ടേൺ ഓവറിലേക്ക് ടീമിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പൊ ഈ കൊറോണ സാഹചര്യം വന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് പോകും, ഈ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ വരുമാനത്തിന് സാധ്യത കുറയുമോ, നമ്മുടെ വരുമാനത്തെക്കാൾ ഉപരി പുതിയ ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ഈ ബിസിനസ്സിൽ വലിയ പ്രതീക്ഷ, ഞങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത അതേ വരുമാനം അവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് നമ്മുടെ കൂടെ കൈത്തന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പേടിയുണ്ടായിരുന്നത്. കാരണം അവര് നല്ലൊരു പ്രതീക്ഷയിൽ നല്ലൊരു പൊട്ടൻഷ്യലിൽ നിൽക്കുന്ന സമയത്ത്, ബിസിനസ്സിൽ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് കൊറോണ സാഹചര്യം വരുന്നത്. ആ സമയത്ത് നമ്മുടെ പ്രോഡക്ട്സ് നിത്യോപയോഗ സാധനങ്ങളായതുകൊണ്ടും നമുക്ക് ഡിജിറ്റൽ ആസാദി മിഷൻ എന്നുള്ള പേരിൽ നമ്മുടെ ടീം ഗ്ലോബൽ ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്തു. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ബിസിനസ്സിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? കാരണം നിത്യോപയോഗ സാധനങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ഏത് കൊറോണ വന്നാലും ഏത് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നാലും ജനങ്ങൾക്ക് പല്ല് തേക്കണം, കുളിക്കണം, തിരുമ്പണം, പാത്രം കഴുകണം, കുക്കിങ്ങിന് ഓയിൽ വേണം, ഡിറ്റർജന്റ്, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവർ എന്തായാലും വാങ്ങുന്നുണ്ട്. ഇത് ഏതെങ്കിലും കമ്പനികൾ വാങ്ങുന്നത് മോദികെയർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങൾ മോദികെയർ കമ്പനി അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ട് ആയിട്ടും ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ടും അതുപോലെ തന്നെ 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിയാൽ 7ാമത്തെ മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യം, 1 കൊല്ലം വാങ്ങുകയാണെങ്കിൽ 3 മാസത്തെ ആവറേജ് പ്രോഡക്ട്സ് ഫ്രീ കൊടുക്കും. ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമർ മോദികെയർ പ്രോഡക്ട്സിലേക്ക് വന്നാൽ, ഈ കമ്പനിയിൽ വന്നാൽ ഇത് തന്നെ സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാരണങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ഈ ഒരു സാഹചര്യത്തിലും വിജയിക്കാൻ പറ്റില്ല? കാരണം ആളുകൾക്ക് പല്ല് തേക്കണം, ക്ലിയർ. അപ്പൊ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കലോ മാർക്കറ്റിങ്ങോ അക്കൗണ്ടിങ് മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ജോലിയില്ല. നമുക്ക് ഉള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരെ ഈ ബിസിനസ്. ആളുകൾ നിരന്തരം എന്നിട്ടും പറയുന്നത് ഇതൊരുമാതിരി ആളെ ചേർക്കുന്ന പരിപാടിയാണ്, ഇതൊന്നും ഒരു ബിസിനസ്സേ അല്ല എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ആർക്കെ പിന്നെ ഈ ഒരു സെമിനാറിൽ ഏകദേശം മന്ത്ലി ഒരു 80 ലക്ഷം 90 ലക്ഷത്തിന്റെ ടേൺ ഓവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കൊറോണ കാലഘട്ടത്തിലും ഇത്രമാത്രം ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു, ഇത്രമാത്രം വലിയ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നു. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആളുകൾ പറയുന്നത് ഇതൊരു ആളെ ചേർക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമേജ് ഈ ബിസിനസ്സിനുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. സോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ 1 കോടി രൂപ മുടക്കി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. 1 കോടിക്ക് സൂപ്പർ ഒന്നാവില്ല, ചെറിയൊരു മാർക്കറ്റ് തുടങ്ങിയാലും എനിക്ക് ആളുകൾ വേണം. ആ ആളുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ്, ആളുകൾക്ക് ആവശ്യമുള്ള സർവീസ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റമുള്ള ഒരുപാട് സ്റ്റാഫിന് ഞാൻ സാലറി കൊടുത്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അത്രയും ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കണ്ടെത്താനായിട്ട്. പക്ഷെ ഈ ബിസിനസ്സിൽ ഇതൊന്നുമില്ലാതെ എനിക്ക് കിട്ടിയ അവസരം, എനിക്ക് കിട്ടിയ മറ്റുള്ള ആ സൂപ്പർ മാർക്കറ്റിലെ ഞാൻ ആളുകൾക്ക് പ്രോഡക്ട്സ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കടയിട്ടിട്ടില്ല, സ്റ്റാഫിനെ വെച്ചിട്ടില്ല, സാലറി കൊടുക്കുന്നില്ല, കറണ്ട് ബില്ലില്ല, യാതൊരു നൂലാമാലകളും ഇല്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്റെ കമ്പനി എനിക്ക് തന്നിട്ടുള്ള ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ അതേ അവസരം, എനിക്ക് കിട്ടിയ അതേ ആനുകൂല്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്കും കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനി തന്നിട്ടുള്ളത്. അത് ഞാൻ ആത്മാർത്ഥമായി ചെയ്തതുകൊണ്ട് ആളുകൾ എന്റെ കൂടെ വരികയാണ് ചെയ്യുന്നത്, ആളുകളെ ഞാൻ ചേർക്കലില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മോദികെയർ കമ്പനിയിലാണ്. പിന്നെ എന്തിനു നമ്മൾ ചേർക്കണം? എനിക്ക് ചേർക്കാൻ ഇഷ്ടമല്ല, ആളുകൾ ചേരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ട്.
ആളുകൾക്ക് ജീവിതത്തിൽ രാവിലെ നെയ്ച്ചാൽ പല്ല് തേക്കണം, കുളിക്കണം, ചായ കുടിക്കണം, ഡിറ്റർജന്റ് യൂസ് ചെയ്യണം. പിന്നെ എന്തുകൊണ്ട് ആ പ്രോഡക്ട്സ് മോദിക്കർ കമ്പനി ആക്കിയാൽ മോദിക്കർ പ്രോഡക്ട്സിലൂടെ ഒരുപാട് ആനുകൂല്യങ്ങളും ഡിസ്കൗണ്ടും ഫ്രീ പ്രോഡക്ട്സ് ഇതൊക്കെ കിട്ടുകയും അതിന് പുറമെ ബയോസേഫ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ശരീരത്തിനോ പ്രകൃതിക്കോ ദോഷം ചെയ്യാത്ത തരത്തിലുള്ള ഒറിജിനൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരവും കിട്ടുന്നു. അതിന്റെ കൂടെ ഒരു ബിസിനസ് അവസരം കിട്ടുകയാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചേർക്കേണ്ട ആവശ്യം? നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി ഒരു മാസം 2 ലക്ഷവും 3 ലക്ഷവും, അതായത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ്സിലൂടെ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റു നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഇത്രയും വരുമാനം ഈ ബിസിനസ്സിൽ നിന്ന് ലഭിക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അത്തരത്തിലൊരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? സ്വാഭാവികമായിട്ടും സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഇതേപോലെ വന്നതല്ലേ ഒരു കാലത്ത്. നമ്മളൊക്കെയും ഇതേപോലെ വന്നതാണ്. നമ്മുടെ അപ്ലയൻസ് ഈ ബിസിനസ്സിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന സമയത്ത് ആദ്യം പറയും അതൊന്നും നടക്കില്ല എന്ന്. പിന്നെ പറയും സാറിനൊക്കെ പറ്റും, ഞങ്ങൾക്കൊക്കെ പറ്റും, ഞങ്ങൾക്ക് ഇത്രയല്ലേ കഴിവുള്ളൂ എന്ന് പറയും. പിന്നെ അതിലൊന്ന് ഇടപെടുകയാണ് ഞാൻ. അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ആർക്കെ പോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പോലെയുള്ള ചില ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പണിയാണ്, അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലേ? സ്വാഭാവികമായിട്ടും ജീവിതത്തിലെ ആളുകൾ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്കൊക്കെ അതൊക്കെ പറ്റും, നമുക്ക് പറ്റില്ല എന്ന് ചിന്തിക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റണ പോലെ നമുക്കും പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ക്ലിയർ? ആളുകൾക്ക് ഇഷ്ടം സമ്പന്നനാവണമെന്ന് ഇഷ്ടമുണ്ടെങ്കിലും ആളുകൾക്ക് ശരിക്കും ഇഷ്ടം തോറ്റു പോവെന്ന് പേടിച്ചിരിക്കാനാണ്. ആ പേടിയാണ് ആളുകളെ ഭരിക്കുന്നത്. തോൽക്കുമോ എന്നുള്ള പേടിയാണ് ജയിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയേക്കാൾ കൂടുതൽ അവരെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ ഒരു പേടി വരുന്നത്. അപ്പോ എല്ലാം അറിയാം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്കറിയാം അത് ആംബെ പോലെയല്ലേ, അത് ഈ കമ്പനിയെ പോലെയല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ അവര് മനസ്സിലാക്കാതെ പോകുന്നത് നല്ലൊരു അവസരമാണ്. ഞാനും അതേപോലെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. കാരണം അവര് അവിശ്വസിക്കാതിരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം എനിക്കും ആദ്യം വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് 10 ലക്ഷം കടമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടില്ലായിരുന്നു. അപ്പോ വീട് വെക്കലും സാമ്പത്തിക ഉയർച്ചയും എൻ്റെ ജീവിതത്തിലെ ആവശ്യമായിരുന്നു, ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ പഠിപ്പിക്കാൻ തയ്യാറായി. ആദ്യം അവർ റിജക്ട് ചെയ്തു. എനിക്കറിയാം അവർ റിജക്ട് ചെയ്യുന്നത് കാശ് വേണ്ട എന്നിട്ടല്ല, ബിസിനസ് ഇഷ്ടമല്ല എന്നിട്ടല്ല. ഈ ബിസിനസ്സിൽ അതിന് സാധ്യത ഇല്ലായിരിക്കുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ആളുകൾ റിജക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ ബിസിനസ്സിൽ മാസം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്ന് ശ്രീ സാറും ജിഷാദ് സാറും ഞങ്ങളുടെ ലീഡേഴ്സും ഒക്കെ പറയുന്നു. അത് വാങ്ങിയ ആളുകളെ കാണാനും അത് എങ്ങനെ വാങ്ങിയത് പഠിക്കാനൊക്കെ തയ്യാറായതിന്റെ ഭാഗമായി ഞാനിത് വാങ്ങി കാണിച്ചാൽ പോരെ, അപ്പൊ ഈ ആളുകൾക്ക് വിശ്വാസമാവുമല്ലോ. അങ്ങനെ ഒരു 30,000 രൂപ വരുമാനം എത്തിക്കുന്നവരെ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടു. ഒരു യൂണിയൻകാരൻ പണിയെടുക്കുന്ന പോലെ, ചുമട്ട് തൊഴിലാളിയെ പോലെ പ്രോഡക്ട്സ് ഏറ്റിക്കൊണ്ടേ അവരുടെ ലാഭമില്ലാതെ, എനിക്ക് 1 രൂപ പോലും ലാഭമില്ലായിട്ട് പോലും അവരുടെ വീട്ടിൽ ഞാൻ കൊണ്ടേ കൊടുത്തു. ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു 30,000 ഇൻകം കടന്നു കിട്ടിയപ്പോൾ പിന്നെ ആളുകൾ കൂടുതൽ സഹകരിക്കാൻ തുടങ്ങി. തുടക്കകാലത്ത് നമ്മളോടുള്ള പരിചയം കൊണ്ടും ബന്ധം കൊണ്ടും ഒക്കെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നല്ലൊരു കൈ തന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിജയിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാസം ഉണ്ടായിട്ടൊന്നും ആവില്ല ചിലപ്പോൾ. ഒരു പക്ഷെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചു കൂടെ നിന്നു. അത്തരത്തിൽ സഹകരിച്ച എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവും ഇല്ലാത്ത കാലത്ത് അവര് എൻ്റെ കൂടെ എൻ്റെ വാക്കും കേട്ട് വിശ്വസിച്ച് നിന്ന ആളുകൾ ഇന്ന് വാങ്ങുന്നത് 1 ലക്ഷത്തിന് മീതെ വരുമാനമാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശ്വാസ്യത നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ ഇന്ന് സാധിച്ചത് കൊണ്ട് ആളുകളെ സംശയിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. സംശയം നല്ലതാണ്. കാരണം സംശയം ഉണ്ടെങ്കിലേ നമ്മൾ പഠിക്കാൻ തയ്യാറാവുള്ളൂ. സംശയം ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല. അപ്പോ നമ്മൾ ആളുകളെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പഠിക്കാതെ സംസാരിക്കുമ്പോൾ ആളുകൾ റിജക്ട് ചെയ്യുമ്പോൾ ഓ അത് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ ബിസിനസ് കിറ്റ് ചെയ്ത് കളയും. പക്ഷെ സംശയങ്ങൾ നമുക്കുണ്ടായാൽ അത് നമ്മൾ തീർത്തിട്ടേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ സംശയങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. സംശയം തീർക്കാൻ ഒരു ബുദ്ധി കാണിച്ചാൽ, സംശയിക്കാനുള്ള ബുദ്ധിയുടെ കൂടെ സംശയം തീർക്കാനും കൂടി ഒരു ബുദ്ധി കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാസം 1 ലക്ഷത്തിന് മീതെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ എല്ലാവരും പല്ല് തേക്കുന്നവരും കുളിക്കുന്നവരുമാണ്. നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും പല്ല് തേക്കുന്നവരും കുളിക്കുന്നവരാണ്. നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും, നിങ്ങളും പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ മോദിക്കർ ബിസിനസ്സിലൂടെ സാധിക്കുമെന്ന് എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കും തെളിയിച്ച് കാണിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്.
കണ്ടും കേട്ടറിയില്ലെങ്കിൽ കണ്ടറിയാൻ ശ്രമിക്കുക, കണ്ടറിഞ്ഞില്ലെങ്കിൽ അനുഭവിച്ചറിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇതെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി തെളിയിച്ച് കാണിക്കാൻ ഞങ്ങളുടെ സാധാരണ വീട്ടമ്മമാർക്ക് പോലും 8ാം ക്ലാസ്സും 6ാം ക്ലാസ്സും വിദ്യാഭ്യാസമുള്ള വീട്ടമ്മമാർക്ക് പോലും 1 ലക്ഷത്തിനും മീതെ വരുമാനം വാങ്ങിക്കാനും കാറ് വാങ്ങിക്കാനും വിദേശ യാത്രകൾ പോയി വരാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കിന്ന് തൊട്ട് കാണിച്ചു തരാൻ സാധിക്കുന്ന ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ തയ്യാറായാൽ മോദിക്കർ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം മോദിക്കർ ബിസിനസ്സിൽ. താങ്ക് യു ആർ കെ. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പോലും ഇത്രയും വലിയൊരു ഹ്യൂജ് ടേൺ ഓവർ, ഇപ്പൊ നേരത്തെ ഇവിടെ ജിതു ചന്ദ്രൻ പറഞ്ഞു 90 ലക്ഷത്തിലധികം ബിസിനസ് ആണ് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ താങ്കളും പറഞ്ഞു. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ പോലും ഇത്രയും ഒരു ഹ്യൂജ് ടേൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ഫ്യൂച്ചർ മീൻസ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ബിസിനസിന്റെ സാധ്യതയും ഇപ്പോൾ ഉള്ള സ്പീഡും മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഒരു ജോലിയെ പോലെ ഒരിക്കലും ആളുകളെ ഈ ബിസിനസ്സിനെ കാണലില്ല. ഇത് ഒരാൾ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടോ എന്തോന്നറിയില്ല, ഒരു വർഷം ചിലപ്പോൾ ആളുകൾ ലാഗ് ചെയ്ത് നാട്ടുകാരും പറഞ്ഞത് കേട്ട് അതും വിശ്വസിച്ച് ഇതും വിശ്വസിച്ച് 2 തോണിയിൽ കാലിട്ട് നടക്കുന്ന പോലെ കുറച്ച് സമയം എല്ലാവരും ലാഗ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ജോലി പോലെ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു കമ്മിറ്റഡ് ആയിട്ട് ഒരു തൊഴിലായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, മിനിമം ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് 1 ലക്ഷത്തിന് മീതെ വരുമാനത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അത്തരത്തിലൊരു ജോയിൻ ചെയ്ത് 6 മാസം കൊണ്ട് 1 ലക്ഷം രൂപ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച് കാണിക്കാൻ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത് വരെ നമുക്ക് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുള്ള, അതിനുവേണ്ടി വിശ്വസിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വർഷത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 30 പേരെങ്കിലും മാസം 1 ലക്ഷത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ മാസം 30,000 രൂപ വരുമാനമുള്ള ഒരു 100 സുഹൃത്തുക്കളെങ്കിലും ഈ വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യണം ഡിസംബർ ആകുമ്പോഴേക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. നമ്മുടെ വരുമാനത്തെ കുറിച്ചൊക്കെയുള്ള ചിന്തകളൊക്കെ എന്നേ പോയി. നമ്മുടെ വരുമാനം, നമ്മുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു സന്തോഷം പറയാനുള്ളത്, ഞാൻ ഒരു വാടക വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ആദ്യത്തെ വരുമാനം 371 രൂപ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്നുകൊണ്ടാണ്. എല്ലാം മോദി കെയർന്ന് കിട്ടിയ വരുമാനമാണ്. മോദി കെയർ അവിടെ കാർപോർച്ച് ഉണ്ട്, കാർപോർച്ചില് കാറ് കിടക്കുന്നുണ്ട്. അത് മോദി കെയർന്ന് വാങ്ങിയ കാറാണ്, 13 ലക്ഷം രൂപയുടെ മാരുതി എക്സ്പ്രസ് കാറ്. ഇപ്പം ലോൺ എടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ എടുക്കാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഈ വീടിന്റെ ഫണ്ട് ക്ലോസ് ചെയ്യാം, കരാർ രജിസ്ട്രേഷനോട് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ ലോൺ എടുത്തിട്ട് തന്നെ ക്ലോസ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇനിയും. അപ്പോ ഇത്തരത്തില് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, വിദേശ യാത്രകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ സഹായിക്കാൻ നമുക്കൊരു ആഗ്രഹമൊക്കെ തോന്നും. പക്ഷെ പണം കൊടുത്ത് സഹായിക്കുന്നത് കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവസരം കൊടുത്ത് അവരെ കൂടി നമ്മളെ പോലെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ് ഏറ്റവും എന്നെ സന്തോഷമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം, അഭിമാനത്തോടു കൂടി ഈ ബിസിനസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം. ഇത്തരത്തിൽ വീടില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ ടീമിലുണ്ട്. അവർക്കൊക്കെ ഇതേപോലത്തെ ഒരു വീട് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വീട് വാങ്ങിക്കൊടുക്കാനുള്ള സ്വപ്നം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അത് നേടിക്കൊടുക്കാനും സാധിക്കുന്ന തരത്തിലേക്ക് ഒരു മാതൃകയാവാൻ എനിക്ക് സാധിച്ചാൽ വലിയ സന്തോഷം, വലിയ അഭിമാനം. ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ ശ്രീ സാറിനും ജിഷ സാറിനും ഈ ടീം ഗ്ലോബൽ ഓർഗനൈസേഷനോടും അതുപോലെ തന്നെ മോദി കെയർ കമ്പനിയോടും സമീർ സാറിനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്താ പറയാ, പണക്കാരന്റെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചെറുപ്പകാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, പണക്കാരുടെ മക്കൾ നടക്കുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു പണക്കാരന്റെ മകനാവാൻ സാധിച്ചതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു എന്താ പറയാ, ഒരു മകന്റെ പണക്കാരനായ ഒരു അച്ഛനാവാൻ എനിക്കൊന്ന് സാധിച്ചിട്ടുണ്ട്. എനിക്കിന്ന് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. അപ്പോ ആ കുട്ടികൾക്കെങ്കിലും, എന്റെ കുട്ടികൾക്ക് പണക്കാരനായിട്ടുള്ള ഒരു അച്ഛനെ സമ്മാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടാക്കി തന്നത് എന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചില്ല എന്നുള്ള ആ ഒരു കാര്യത്തിനോട് ഞാൻ ഇന്ന് നന്ദി പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഇത്തരത്തിലുള്ള മേഖലയിൽ, ഈ ഒരു മേഖലയിലൂടെ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ, എന്റെ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ. താങ്ക് യു വെരി മച്ച്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അടുത്തത് നമ്മളോട് സംസാരിക്കുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ ബിസിനസ്സിൽ വളരെ മികച്ച നേട്ടം കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്.
അദ്ദേഹം ഇപ്പൊ നമ്മുടെ മോദി കേരള ഒരു 1 crore ക്ലബ് മെമ്പറാണ്. അതായത് ഒരു മാസം 1 കോടിയിലേറെ ബിസിനസ് ടേൺ ഓവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ അഭിമാനമുണ്ട്, കാരണം ഞാനാണ് അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം അദ്ദേഹം 1 കോടിയിലേറെ ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അതും ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത്, ഈ ഒരു കൊറോണ സമയത്ത്, തികച്ചും അതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അതായത് കൊറോണ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പ് അദ്ദേഹം അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കൊറോണ സമയത്താണ്, ഈ ലോക്ക്ഡൌൺ സമയത്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒരു വലിയ ജമ്പ് ഉണ്ടായത്. സോ ഞാൻ അദ്ദേഹത്തെ ഈ ഒരു സെമിനാറിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ശ്രീജിത്ത് സർ. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഈ 1 കോടി രൂപയുടെ ബിസിനസ് ഒക്കെ നിങ്ങൾ ചെയ്തത്? എന്താണ് അതിന്റെ പിന്നിലെ മാജിക്? എന്താണ്? ഓക്കെ, എനിവേ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. പേര് ശ്രീജിത്ത്, പട്ടാമ്പിയാണ് സ്വദേശം. ഓൾറെഡി ദിഷാ സർ പറഞ്ഞു. സോ ഓൾറെഡി ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഈ ലൈവ് പ്രോഗ്രാം വീണ്ടും വീണ്ടും ഷെയറിങ്ങിലൂടെയൊക്കെ കാണാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സർ ചോദിച്ച ചോദ്യം, ഈ കൊറോണ കാലത്തും എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ടേൺ ഓവർ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിച്ചെന്നുള്ളതാണ്. 100% ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു പക്ഷേ ഞാനും ഈ ഒരു ബിസിനസ് പരിചയപ്പെടുന്ന കാലത്ത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആളെ പിടിക്കുക, ആളെ കൂട്ടുക, എന്താ പറയാ, ഒരു പണിയില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം വിഭാഗം ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷൻ. ഇങ്ങനെയൊക്കെയുള്ള പല കോൺസെപ്റ്റുകളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ബേസിക്കലി ഒരു ചെണ്ട വാദ്യമേള കലാകാരനാണ്. ഒപ്പം ജോലിയൊക്കെ ചെയ്തിരുന്നു. കോർപ്പറേറ്റ് ഫീൽഡിലാണ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു 4.5 വർഷത്തോളം സെയിൽസിലുണ്ടായിരുന്നു, ഓട്ടോമൊബൈൽ ഫീൽഡ്. പിന്നീട് അവിടുത്തെ എന്താ പറയുക, ഒരു ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ, ടാർഗറ്റ്, ഇത്തരത്തിലുള്ള കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാരണം അതൊക്കെ വിട്ടു ബിസിനസ് രംഗത്ത് വന്നു. ജോലി ചെയ്യുന്ന സമയത്ത് വരുമാനം കുറവാണെങ്കിലും സ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ ഈ പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അപ്പോ കുറച്ചും കൂടി നല്ല സാറ്റിസ്ഫാക്ഷന് വേണ്ടി ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കാശ് മാത്രം ഉണ്ടായിരുന്നില്ല. കാരണം ടെൻഷനും കാര്യങ്ങളൊന്നും, മറ്റെന്താ പറയാ, ടാർഗറ്റും പ്രഷറൊന്നും ഇല്ലെങ്കിൽ പോലും, ബോസ് ഒന്നും ഇല്ലെങ്കിൽ പോലും കാശിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പല ബിസിനസ്സുകളും വലിയ ഫ്ലോപ്പുകളാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ജിഷാ സർ. പ്രത്യേകിച്ചും അങ്ങേപോലെ ഒരു സുഹൃത്തിന്റെ ഒരു സുഹൃത്താവാനും, സാറിന്റെ മോദി കെയർ പ്രോസ്പെക്ട് ലിസ്റ്റിൽ എൻ്റെ പേര് വരാനും, എന്നെ വിളിക്കാനും, എന്നെ സംസാരിക്കാനും ഞാൻ ഏറെ ഭാഗ്യവാനായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത സമയത്ത് ആദ്യമൊക്കെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പറയുന്ന അതിന്റെ റീസൺ, ഞാൻ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ടു ബി വെരി ഫ്രാങ്ക് മൈ ഡിയർ ഫ്രണ്ട്സ്, നെറ്റ്വർക്കിന് ഇത്രയും പവർഫുൾ ആണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ആക്ച്വലി മോദി കെയർ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പോലും ഈ കഴിഞ്ഞ 4 മാസം മോദി കെയർ ബിസിനസിന് വേണ്ടി ഒരു തവണ പോലും പുറത്തേക്ക് ഇറങ്ങാതെ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാതെ പൂർണ്ണമായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് 1 കോടിയിലധികം ടേൺ ഓവർ ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിക്കാനും കിട്ടിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിൽ മോദി കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്ഥാനം വളരെ വലുതാണ്. കാരണം ആ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ കമ്പനി നമുക്ക് തരുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് നമുക്ക് തരുന്നത്. ഉപയോഗിക്കുന്ന, നേരത്തെ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ സംസാരിച്ചതുപോലെ, സോപ്പും പേസ്റ്റും ചായപൊടിയുമായി നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഒരു ശൃംഖലയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ശൃംഖല വളരെ സേഫ് ആയതുകൊണ്ടും നമ്മുടെ കമ്പനി വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ടും നമ്മുടെ ടേൺ ഓവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, കൂടുതൽ ടേൺ ഓവറിലേക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. താങ്ക് യു ശ്രീജിത്ത്. എനിക്ക് ചോദിക്കാനുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള, വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഇപ്പോ 1 കോടിക്ക് മുകളിലൊക്കെ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് സാധാരണക്കാരനത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 1 കോടി പോയിട്ട് ഒരു നോർമൽ ബിസിനസ് പോലും നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ്, ഞാൻ ചോദിക്കുന്നത്, സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ ടൈമിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്രയും വലിയൊരു ജമ്പ് വന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
കാരണം ഇതിനു മുമ്പ്, കാരണം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് നിങ്ങൾ ബിസിനസ്സിലുണ്ട്, പക്ഷേ ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ, അതായത് 3-4 മാസത്തിന്റെ ഉള്ളിലോ ഇത്രയും ഒരു ജമ്പ് എങ്ങനെയാണ് ബിസിനസ്സിൽ ഉണ്ടായത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സാർ. പ്രത്യേകിച്ചും ഈ ടൈമിൽ അത് വളരെ പ്രസക്തമാണ്. ഇപ്പൊ നോർമലി മോദി കെയർ കമ്പനി പഴയ ഒരു കമ്പനിയാണ്, 10-25 വർഷത്തെ പഴക്കമുള്ള ഒരു കമ്പനിയാണ്. വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന ആ കമ്പനിയുടെ ഒരു കമ്പനിയോടൊപ്പം ചേർക്കുന്ന ഒരു പേര് സോപ്പും പേസ്റ്റും വിൽക്കുന്ന ഒരു കമ്പനി എന്നുള്ള ഒരു പേരൊക്കെയാണ്. അപ്പൊ പലപ്പോഴും പല ആളുകളും സോപ്പും പേസ്റ്റും വിൽക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിലാണ് പലപ്പോഴും ഈ ഒരു ബിസിനസ്സിനെ കണ്ടിരുന്നതും. ഒരുപക്ഷെ നമ്മുടെ കോവിഡിന് മുമ്പ് പല ഹോട്ടലുകളും മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ വെച്ച് പ്രൊമോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ ആ സമയത്ത് മീറ്റിങ്ങിനും പ്രോഗ്രാമിനും ആളുകൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വരാനുള്ള മാനസികാവസ്ഥയില്ലായ്മയും അത്തരത്തിലുള്ള നിരവധി പ്രോബ്ലംസ് പല ആളുകൾക്കും ഉണ്ടായിരുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. വാട്ടെവർ, ഇന്ന് ഈ സമയത്ത് ഇതേ ബിസിനസ് വീട്ടിലിരുന്നു കൊണ്ട്, സ്വന്തം റൂമിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട്, സ്വന്തം ജോലി സ്ഥലത്തിരുന്നു കൊണ്ട് വളരെ റിലാക്സ്ഡായി ഈ പറയുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ച് സ്വന്തം ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ച് ഈ പറയുന്ന പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന ഒരു പുതിയ ഒരു ഐ ഓപ്പണിംഗ് കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി നോക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ ബിസിനസ്സിനോട് വളരെ വ്യത്യസ്തമായ കുറെ കൂടി വലിയൊരു സ്വീകാര്യതയാണ് ഇന്ന് ആളുകൾക്ക് ഈ ബിസിനസ്സിനോട് ഉണ്ടായത്. ഞാനൊക്കെ പേഴ്സണലി വിളിക്കുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞിരുന്നത്, മുമ്പ് ഈ പറയുന്ന സോപ്പും പേസ്റ്റും എടുത്ത് നടക്കുന്ന ഒരു ഹാബിറ്റ് നമുക്ക് താല്പര്യമില്ല. ആക്ച്വലി ഇത് അങ്ങനെ സോപ്പും പേസ്റ്റും എടുത്ത് വിൽക്കുന്ന ഒരു ഹാബിറ്റ് ഒന്നും അല്ല, അത് വേറെ വശം. അപ്പൊ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം എന്ന, അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് പെർഫെക്റ്റ് ഒരു നെറ്റ്വർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക 100% ഒരു ഓൺലൈൻ ബിസിനസ് ആയിട്ട് മാറിയത് ഇപ്പോഴാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് വന്നപ്പോൾ പ്രത്യേകിച്ചും ഈ ടൈമിൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കോവിഡ് ആണ്, കൊറോണയാണ്. അനാവശ്യത്തിനല്ല, ആവശ്യത്തിന് പോലും പുറത്തു പോകാതിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് തോന്നുന്ന ഈ സാഹചര്യത്തിൽ 100% വീട്ടിലിരുന്നു കൊണ്ട് ലക്ഷങ്ങളോ കോടികളൊക്കെ അവിടെ നിൽക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപയെങ്കിലും ഒരു മാസം കിട്ടിയാൽ പോലും സാറ്റിസ്ഫൈഡ് ആവുന്ന, സന്തോഷിക്കുന്ന, ഒരുപാട് സഹായമാകുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയൊരു അവസരമാണെന്ന് മോദി കെയർ ബിസിനസ്. 100% വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ട. റൈറ്റ്. അപ്പോ ഇവിടെ പലപ്പോഴും ഇപ്പോ നേരത്തെ നമ്മുടെ ആർ കെ സാറിനോടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തില് ആർ കെ സാറിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സക്സസ്ഫുൾ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇപ്പോഴും പല ആളുകളും ഇതിനൊരു ഉഡായിപ്പല്ലേ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഇപ്പോഴും എന്നോടും പല ആളുകളും പറയാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നോർമലി നമ്മൾ കേട്ട് കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ശീലമുള്ള എന്തു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ മൈൻഡ് കുറെ കൂടി ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അതേസമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ പീപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഈ ഒരു ബിസിനസ്സിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകളെയാണ് മുൻകാലത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെ പറയാവുന്ന ആളുകളൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അല്ലെങ്കിൽ മറ്റുള്ള ഏത് മേഖലയിലായാലും ജോലി ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സും നമ്മൾ കേട്ടിട്ടുണ്ട്, ബിസിനസ്സുകാരെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനോട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വിമുഖത സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. ഇതിപ്പോ ഞാൻ ആളുകളുടെ കാര്യം പോട്ടെ, എന്റെ വീട്ടിൽ, അതായത് ഒരു 4 വർഷം 5 വർഷം മുമ്പ് ഈ ഒരു പ്ലാറ്റ്ഫോം തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്റെ സ്വന്തം ഫാമിലിക്ക് പോലും ഈ ഒരു ബിസിനസ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് അറിയുന്നില്ല. എന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വൈഫിനെ സംബന്ധിച്ചിടത്തോളം, ഏട്ടനെ സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് സംബന്ധിച്ചിടത്തോളം നോർമലി ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങാം, ഇങ്ങനെയുള്ള നോർമലി ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടിട്ടും കണ്ടിട്ടും പരിചയമുള്ളൂ. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായി ₹1 മുതൽ മുടക്കില്ലാതെ ഈ പറയുന്ന ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുന്ന ശൃംഖല, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഇതൊക്കെ തികച്ചും വളരെ പുതിയ വാക്കുകളും പുതിയ രൂപങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്തതൊന്നും ഇല്ല എന്നതല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ് കൊറോണ എന്ന് വെച്ചാൽ അതില്ല എന്നല്ല എന്റെ അർത്ഥം. അതുപോലെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചർ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നമ്മുടെ മാത്രം മിസ്റ്റേക്കാണ്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പാണ്, ഒരുപാട് വീട്ടമ്മമാർക്ക്,
വീട്ടച്ചന്മാർക്ക്, ഞാനൊരു കലാകാരനും കൂടി ആയതുകൊണ്ട് പറയാണ്, വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ, ടാർജറ്റ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം. ആൻഡ് ഇറ്റ്സ് എന്താ പറയുക, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് സാർ. നോർമലി നമ്മൾ ജോലിക്കും ബിസിനസ്സിനും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു വിസ നമുക്ക് പരിചയമില്ലാത്തൊരു സുഹൃത്ത് നമ്മളോട് പറയാണ്, എടാ ഒരു വിസ ഉണ്ട്, 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്, കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സംശയമാണ്. കാരണം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കാശില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി. ഇതുപോലെയാണ് പല ആളുകളും മോദി കെയർ ബിസിനസ്സിനെ പലപ്പോഴും ഇങ്ങനൊരു അവസരമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഇതിനെന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആറ്റിറ്റ്യൂഡാണ് പല ആളുകൾക്കും. പക്ഷെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇത്തരത്തിൽ പരസ്പരം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഇത് പുതിയൊരു വേൾഡാണ്, ഇത് പുതിയൊരു ലോകമാണ്, ഇത് പുതിയൊരു ബിസിനസ് രീതിയാണ്. പുതിയത് നമ്മളെ സംബന്ധിച്ചോളം ലോകത്തിൽ കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സാണ്. സോ ശരിക്കും നമ്മളൊന്ന് പഠിക്കണം. ഇതിൽ പഠിക്കാൻ നമുക്ക് കാശൊന്നും കൊടുക്കണ്ട, 1 രൂപ പോലും മുതൽ മുടക്കില്ല. ശരിക്കും നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ ഒരു ഹീറോ ആവാതെ നമ്മൾ ഈ ബിസിനസ് വിട്ടു പോകില്ല. അതിന്റെ ഏറ്റവും വലിയൊരു വിക്ടിം, അതിന്റെ ഒരു സാക്ഷി, അതിന്റെ ഒരു എന്താ പറയാ തെളിവാണ് ഞാൻ പോലും. താങ്ക് യു സാർ. താങ്ക് യു ശ്രീജിത്ത്, താങ്ക് യു. ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് 1 കോടിയിലേറെ ബിസിനസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? ഹൗ യു ഫീൽ? മൈ ഗോഡ്, ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് സാർ. ഹാപ്പി എന്നൊന്നും പറയാൻ, അങ്ങനെയൊന്നും പറഞ്ഞാൽ നിൽക്കില്ല സാർ. സന്തോഷത്തെക്കാൾ കൂടുതൽ നന്ദിയോ സ്നേഹമോ അതിനൊക്കെ അപ്പുറത്താണ് സാർ. ഐ റിയലി ലവ് ഇറ്റ്. 1 കോടി രൂപയുടെ ടേൺ ഓവർ ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ആ 1 കോടി രൂപയുടെ ടേൺ ഓവറിന്റെ, ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത, ഏകദേശം ഒരു 30-40% കമ്പനിക്കാണെങ്കിൽ അതിനൊരു 60% നമ്മളെ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. അപ്പൊ ഈ 1 കോടി രൂപയുടെ ടേൺ ഓവറിന്റെ ഒരു 60% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന കൊച്ചു കേരളത്തില് നമ്മളെ പോലുള്ള കുറെ സാധാരണക്കാരാണ്. അതിന്റെ ഒരു സന്തോഷം വേറെയാണ് സാർ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ചെക്കാണ്, അധികമൊന്നുമില്ല, ഒരു 4000 സംതിങ് രൂപയാണ് അദ്ദേഹത്തിന്റെ പേ ഔട്ട് വന്നിട്ടുള്ളൂ. ഈ കൊറോണ കാലത്ത് ഒരു 4000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു സന്തോഷം നമുക്ക് എങ്ങനെയാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയുന്നില്ല. ഒരു 4000 വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40,000 4 ലക്ഷമൊക്കെ വരുന്ന നമ്മുടെ സന്തോഷം എങ്ങനെ ഉണ്ടാവും? താങ്ക് യു ശ്രീജിത്ത്, താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ജിതു ചന്ദ്രൻ, RK ആൻഡ് ശ്രീജിത്ത് നായർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇന്നത്തെ സെമിനാറിൽ ഈ ഒരു പ്രോഗ്രാം ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ആൾക്കാരാണ്. കാരണം ഈ ഒരു കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ മാസ വരുമാനം എന്ന് പറയുന്നത് 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെയാണ്. സോ മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു ബിസിനസ് മോഡൽ, അത് വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ ജിതു ചന്ദ്രനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം വളരെ വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് താങ്കൾ. ഒരുപാട് ചെറുപ്പക്കാർക്ക്, ഒരുപാട് യുവാക്കൾക്ക്, ഒരുപാട് യുവതികൾക്ക് ഈ ഒരു ബിസിനസ് മോഡൽ എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് മോഡലിനെ ശരിക്കും അവർക്ക് സ്വീകരിച്ചുകൂടാ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുമോ കഴിയില്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാരണം ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് വരുന്നു. പല ആളുകളും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ ടെൻഷനിലാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പം പറഞ്ഞു പ്രവാസി ലോകം, ഒരു 70% പ്രവാസി ലോകമുണ്ട്. അവരൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക, എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു. കാരണം പല കാര്യങ്ങളായിട്ട് നമുക്കറിയാം, കൊറോണ ഇഷ്യൂ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കൊടുക്കുക, പല കാര്യങ്ങളായിട്ടും. അതുപോലെ തന്നെ നമ്മൾ IT സെക്ടർ, IT മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി, ഒരു 4.5 ലക്ഷം ആൾക്കാർ ജോലി പോയി, 1 ലക്ഷം ആൾക്കാരുടെ ജോലി പോയി, നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ സ്വാഭാവികമായിട്ടും വരുമാനമില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇവര് ഒറ്റ കാര്യം ചെയ്താൽ മതി, അടുത്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് എന്താണെന്ന് അവരൊന്ന് പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അവർക്ക് ഈ അവസരം വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സക്സസ് ആവാൻ പറ്റും. കാരണം ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വെച്ച് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മളിപ്പം ഫേസ്ബുക്ക് ആണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അവസരമാണിത്. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കാൻ അവർ ജസ്റ്റ് ഒന്ന് തയ്യാറായാൽ മതി. അറ്റ്ലീസ്റ്റ് അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്താണ് മോദി കെയർ എന്ന് ചോദിക്കാനായിട്ട് മനസ്സ് കാണിച്ചാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ് നാളെയുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത്, യാതൊരു സംശയവും ഇല്ല.
പക്ഷെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഭയങ്ങൾ അവരെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത് കാണാൻ പറ്റാത്തത്. പക്ഷെ അവർക്ക് ഇതിലേക്ക് വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഇൻഡസ്ട്രി വലിയൊരു ഭൂമിയിലേക്കാണ് പോകുന്നത്. അവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. താങ്ക് യു ജിതു, താങ്ക് യു. ദാറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഇൻഫർമേഷൻ. ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി, ടേക്ക് ദിസ് ഇൻഡസ്ട്രി ആസ് എ കരിയർ. ഇതൊരു നല്ല കരിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച്, ഞാൻ പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും ട്രെയിനിങ് കൊടുക്കാറുണ്ട്, പല വ്യക്തികളെയും ട്രെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു കൊറോണ ടൈമിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ബിസിനസ്സുകളും സർവൈവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നു. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദാറ്റ് ഈസ് ദ ഫാക്ട്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നു, പല സ്ഥാപനങ്ങളും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. പലരുടെയും EMI, ദാറ്റ് മീൻസ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു അവസരം എന്ന് പറയുന്നത്, കഴിഞ്ഞ ജൂൺ മാസം ഇപ്പൊ എൻ്റെ കൂടെയുള്ള ഈ ചാമ്പ്യൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഞാൻ കഴിഞ്ഞ മാസം മോദിക്കർ ബിസിനസ്സിൽ ചെയ്ത ഏകദേശം 6 കോടിയുടെ അടുത്ത് ടേൺ ഓവറാണ്. ആൻഡ് ഇറ്റ്സ് റിയലി അൺബിലീവബിൾ. സോ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു ടേൺ ഓവർ ചെയ്തെടുക്കാൻ എന്നെ സഹായിച്ചത്, എനിക്ക് അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും ഈ ബിസിനസ്സിനോടുള്ള എൻ്റെ കാഴ്ചപ്പാടുകളിലെ മാറ്റമാണ്. ഈ ബിസിനസ് എന്താണെന്ന് ഞാൻ ഒന്ന് മാറിയ, അല്ലെങ്കിൽ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ കാണാൻ തയ്യാറായപ്പോഴാണ് ഇത്തരത്തിലൊരു നേട്ടം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു നേട്ടത്തിന് എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട പാർട്ട്ണർ മിസ്റ്റർ ദിനേശ് നാരായൺ എൻ്റെ കൂടെ ഉണ്ട്. സോ ഞാൻ ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സോ ദിനേശ്, എന്താണ് ഈ ഒരു കൊറോണ ടൈമിൽ നമ്മുടെ ബിസിനസ് കൂടാനുള്ള കാരണം എന്താണ്? താങ്ക് യു ഇഷ, താങ്ക് യു. എനിവേ, നമ്മൾക്കറിയാം നമ്മുടെ സാഹചര്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അറിവുകൾ 2 തരത്തിലുണ്ട് അല്ലെ, 2 രീതിയിലുള്ള അറിവുകൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ് അറിവുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അറിവുകൾ. കാരണം ഒന്ന് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന അറിവുകളും, മറ്റൊന്ന് തിരിച്ചറിവാണ്. തിരിച്ചറിവ് എന്നുള്ളൊരു ഘടകമുണ്ട് നമുക്ക്. കാരണം നമുക്കറിയായിരുന്നു മറ്റ് രാജ്യങ്ങളൊക്കെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ബിസിനസ്സിലൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയ രീതിയിൽ ഒരു ജമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അനേകം ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അറിവ് നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു, മറ്റു രാജ്യങ്ങളൊക്കെ അത് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ നമ്മളപ്പോഴും ഇന്ത്യയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, എസ്പെഷ്യലി കേരളത്തിൽ നമ്മൾ മോദി കെയർ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. സാധാരണ നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവരെ വീക്കിലി വൺസ് ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, ആ പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്യുന്നു. നോർമൽ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ പ്രോഗ്രാംസുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ആ സമയത്താണ് നമ്മൾക്ക് ശരിക്കും കൊറോണ എന്നുള്ള ഒരു ഇന്ത്യയിലേക്ക് ഒരു കൊറോണ നമ്മളെ എന്താ പറയാ ബാധിക്കുകയും ഈ ഒരു രീതിയിലൂടെ പോവുകയും ചെയ്തപ്പോൾ കൊറോണ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ള ഒരു പതർച്ചയാണ് ആദ്യം നമ്മൾ എല്ലാവരും തുടർന്ന് അങ്ങോട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. 2 മാസം വീട്ടിൽ തന്നെ അടച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നപ്പോ ബിസിനസിനെ ശരിക്കും ബാധിക്കും തന്നെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ അവിടെയാണ് വലിയൊരു മാറ്റം, എസ്പെഷ്യലി മോദിക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത് തിരിച്ചറിവിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ അറിവായിരുന്നു തിരിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ആ 2 മാസം വീട്ടിലിരുന്നിട്ട് പോലും കാര്യമായ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും നമ്മളെ ബിസിനസിനെ ബാധിച്ചിട്ടില്ല. കാരണം ആ സമയത്തും നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് മോദിക്കറിൽ ഉണ്ടാവാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു തിരിച്ചറിവ്. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ വേണ്ടി എല്ലാവരും തയ്യാറായി. കാരണം ഓൺലൈനോട് മാറി നിൽക്കുന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഓൺലൈനിൽ കൂടെ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെ ഡിജിറ്റൽ ടൂൾസുകൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വാട്സപ്പ് പോലും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 10, 60, 65, 70 വയസ്സുള്ള ആളുകൾ പോലും വാട്സപ്പ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ എടുത്തു. പക്ഷെ അവർ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ സിമ്പിൾ ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മോദിക്കർ ബിസിനസ് ചെയ്യാന്നുള്ളത്. ആ ഒരു തിരിച്ചറിവുണ്ടായ കാലഘട്ടമാണ് കൊറോണ എന്നുള്ളത്. അതിനുശേഷം പിന്നെ അവിടുന്ന് ഓരോ മാസങ്ങളിലും ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത, അതായത് കമ്പനിയുടെ 25 വർഷത്തെ എക്സ്പീരിയൻസിനായിട്ട് ഇതുവരെ ചെയ്യാത്ത രീതിയിലേക്ക് 160 കോടി ടേൺ ഓവറിലേക്ക് മോദി കെയറിന് എത്താൻ സാധിച്ചു. അതോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം അത് തന്നെയാണ്. ഈ ഒരു കൊറോണ സമയത്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട്, ഡിജിറ്റൽ ടൂൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് 6 കോടി ടേൺ ഓവറിലേക്ക് എത്താൻ കാരണം തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് നമ്മളെ ഈ ഓൺലൈനിലേക്കുള്ള ഒരു ചൂടുമാറ്റം തന്നെയാണ്.
സോ അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിൽ കൂടുതൽ നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ, അതിന്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടി ടേൺ ഓവറിലേക്ക് നമ്മൾ ഈ ഒരു കൊറോണ എന്താ പറയുക സിറ്റുവേഷനിൽ തുറന്നുള്ള മാസങ്ങളിലും വരും എന്നുള്ളത് 100% ഉറപ്പാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലൊരു ഒരു ബിസിനസ് കൂടുതൽ എന്താ പറയുക കൂടുതൽ ബിസിനസ് ഇടാൻ സാധിച്ചത്. താങ്ക് യു പാർട്ട്ണർ. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എന്തായാലും നമുക്ക് ഒരു വലിയ ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഇതുവരെയുള്ള ബിസിനസ്സിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഈ ഒരു കൊറോണ ടൈമിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയിരിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കമ്പനിയുടെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ്, അതായത് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അവർ വളരെ ഭംഗിയായിട്ട് അതിനെ മാനേജ് ചെയ്തു. കാരണം ഇപ്പോഴും നമ്മുടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഈവൻ ഇത്രയധികം ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും നമ്മുടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. 2, നമുക്ക് അവർ ഒരുപാട് ഓഫറുകൾ തന്നു. ഈ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓഫറുകൾ തന്നു. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ്, അതായത് ഓൺലൈനിലേക്കുള്ള നമ്മളുടെ ഒരു ഷിഫ്റ്റ് വലിയൊരു ഷിഫ്റ്റ് തന്നെയായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. വലിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഒരുപക്ഷെ കൊറോണ അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ കൊറോണ എല്ലാം മാറട്ടെ. പക്ഷെ ഈ മാറ്റം, ഈ കൊറോണ മാറിയാലും അതല്ലെങ്കിൽ ഈ ബിസിനസ് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വമ്പൻ കുതിച്ചുചാട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതായത് ഈ ഒരു വർഷം നമുക്കൊരു വലിയ മാറ്റമായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ട് നമ്മൾ പറയാൻ കാരണം, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടേൺ ഓവർ വളരെയധികം കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. അവിടെ 2 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ വിട്ടുപോയ പോയിന്റ്. കാരണം നമുക്ക് ഈ ഓൺലൈനിലേക്കുള്ള ഒരു ചൂട് മാറ്റും, അതോടൊപ്പം തന്നെ മോദിക്കർ കമ്പനി നമ്മൾക്ക് നൽകുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. അതാണ് ഇതിന്റെ വലിയൊരു ഘടകം എന്ന് പറയുന്നത്. മറ്റു മേഖല നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നിറയെ നേരത്തെ അവിടെ ഇഷാദിനോട് സംസാരിച്ച് ജോബ് ലോസ് വരുന്നു, അല്ലെങ്കിൽ ബിസിനസ് കുറയുന്നു. ഈവൻ റെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണേഴ്സിന് പോലും ഇപ്പം പാതി റെന്റാണ് പലരും കൊടുത്തോണ്ടിരിക്കുന്ന പോലെ സിറ്റുവേഷൻ ഈ സമയത്ത്. കാരണം എല്ലാ മേഖല ആ രീതിയിലാണ് അവിടെ വരുന്നത്. സോ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് മോദിക്കറിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകളാണ്. കാരണം നമ്മുടെ ടേൺ ഓവർ കൂടാൻ വേണ്ടിയിട്ടും നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ തന്നുകൊണ്ടിരിക്കുന്ന നിരവധി സപ്പോർട്ടുകൾ. ഞാൻ മറ്റൊരു ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചു എനിക്ക് മനസ്സിലായ ഒരു ഘടകം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മോദിക്കർ കൊടുക്കുന്ന അത്ര സപ്പോർട്ട് മറ്റൊരു കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞത്. കാരണം WBV അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം PGBV കൂടുതൽ ചെയ്യുന്നത് ഇൻകം, കൂടുതൽ ഇൻകം സാധാരണ ചെയ്യുന്ന ബിസിനസ് വോളിയത്തിന് എത്രയാണോ നമ്മൾക്ക് ഇൻകം തരേണ്ടത് ആ ഇൻകത്തിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇരട്ടി ഇൻകത്തിലേക്ക് തരുന്ന ഒരു ഓഫർ കൊണ്ടുവന്നപ്പോൾ അതേ ടേൺ ഓവർ ചെയ്യുന്നു, ആ ടേൺ ഓവറിന് സാധാരണ തരുന്ന ഇൻകത്തിനേക്കാൾ ഇരട്ടി എമൗണ്ട് നമ്മൾക്ക് ഇൻകം ആയിട്ട് ഡബിൾ ആയിട്ട് നമ്മുടെ ഇൻകം മാറ്റുന്ന രീതിയിലേക്കുള്ള ഓഫറുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അതിനകത്തേക്ക് എന്താ പറയുക പ്രവർത്തിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഇൻകത്തിൽ ഒരു മാറ്റം വരുമ്പോൾ അത് ശരിക്കും നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു 6 മാസ കാലാവധിയിലേക്ക് കമ്പനി വെച്ചിരിക്കുന്ന ആ ഓഫറിനെ കുറിച്ച് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ അവരോട് സംസാരിക്കുക. എന്താണ് മോദിക്കർ ഈ വരുന്ന 6 മന്തിലേക്ക് നമുക്ക് മിറാക്കിൾ ആയിട്ടുള്ള ഒരു ഓഫർ ഉണ്ട്, ശരിക്കും ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ ശ്രീസ് സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ 1 വർഷമൊന്നും വേണ്ട, നമുക്ക് ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് മാസം വീട്ടിലിരുന്നു കൊണ്ട് കേവലം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാസം 1 ലക്ഷമോ അതിലധികമോ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്. അത് ആരെങ്കിലും ആയിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, ജെന്റ്സ് ആയിക്കോട്ടെ, യങ്സ്റ്റേഴ്സുള്ള കുറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. 18-19 വയസ്സുള്ള ആൾക്കാർ, പണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ കുറവായിരുന്നു നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് പൊതുവെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അവർ പോലെ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവരും നല്ല രീതിയിൽ പെർഫോം കാഴ്ചവെക്കുന്നു. അതേ സ്ഥാനത്ത് 65-70 വയസ്സുള്ള ആളുകൾ പോലും നമ്മളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കമ്പനി തരുന്ന ഈ സപ്പോർട്ട് കൂടി, ഈ ഒരു ഓഫറുകളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ തുറന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഇന്നത്തേക്ക് 12 ദിവസം നമുക്കറിയാം. ഈ 12 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലേക്കുള്ള ബിസിനസ് വോളിയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഓഫറുകൾ വലിയൊരു സപ്പോർട്ടാണ്. അപ്പം ഈ ഓഫറുകളും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുള്ള ഈ ബിസിനസ് രീതിയും എല്ലാം കൂടി നമ്മൾ എന്താ പറയാ എല്ലാം കൂടി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തുടർന്നുള്ള മാസങ്ങളിൽ ഇതുവരെ കാണാത്തൊരു ടേൺ ഓവറിലേക്കാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്നത്. നേരത്തെ നമ്മുടെ ഒരു വിഷൻ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം 500 പേരെ 1 ലക്ഷം രൂപയിലേക്ക് എത്തിക്കുക. പാർട്ട് ടൈം ബിസിനസ് ചെയ്തുകൊണ്ട് 500 പേരെ മിനിമം 1 lakh rupees എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമായിട്ട് മുന്നേറുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതിലേക്ക് നിരവധി ആൾക്കാരെ ഈ വരുന്ന 6 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് 100% ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ള സപ്പോർട്ടാണ് കമ്പനിയുടെ ഭാഗത്ത് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റം, നമ്മളെപ്പോഴും പറയാറുണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. നല്ലൊരു കമ്പനി ഉണ്ടായിരിക്കണം. നമുക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്
കമ്പനിയുടെ പ്രൊഫൈൽ പെർഫെക്റ്റ് ആണ്, കമ്പനി പെർഫെക്റ്റ് ആണ്, പ്രോഡക്റ്റ് അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്, ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളല്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് മോദിക്കർ തരുന്നത്. അല്ലാതെ ഞാൻ അല്ലെങ്കിൽ കമ്പനി ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ട് ആ പാക്ക് എടുത്ത് നിങ്ങൾക്ക് തരുന്നതല്ല. അപ്പൊ അത് നമ്മൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് വാങ്ങിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് മോദിക്കറിന്റെ ബിസിനസ് പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അച്ചീവ്സ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ അതോടൊപ്പം നമ്മുടെ ഈ കൊറോണ സമയത്ത് തരുന്ന സപ്പോർട്ടും, ഈ സപ്പോർട്ട് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തുടർന്നുള്ള മാസങ്ങളിൽ ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ടേൺ ഓവർ ആണ് വരാൻ പോകുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. താങ്ക് യു. നമ്മള് ഒന്ന് രണ്ട് വ്യക്തികളെ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യം, പലപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗം ആളുകൾക്ക് പറ്റുന്ന ഒരു ജോലിയാണ്, അല്ലെങ്കിൽ അത് അവർക്കേ സാധിക്കുകയുള്ളൂ, എനിക്ക് സാധിക്കില്ല, ഇങ്ങനെയൊക്കെയാണ് പല ആളുകളും വിലയിരുത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ പബ്ലിക്കിലേക്ക്, അതായത് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മളിതൊരു വലിയ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഏതൊരു സാഹചര്യത്തിലും വിജയിക്കാൻ കഴിയുന്ന, ഏതൊരു ബുദ്ധിമുട്ടുള്ള ഇഷ്യൂസിൽ പോലും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് അവസരമാണ് മോദിക്കർ എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ കഴിഞ്ഞ എൻ്റെ ഒരു 6-7 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഡിമോണിറ്റൈസേഷൻ, അതായത് നോട്ട് അസാധുവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് സംഭവിച്ചു. GST വന്നു, അതുപോലെ സാമ്പത്തിക മാന്ദ്യം വന്നു, അതുപോലെ കൊറോണ വന്നു. ഞാൻ നോക്കുന്നത് ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ബിസിനസ് വളരെയധികം മുകളിലേക്ക് പോകുന്ന, അതായത് ഒരു ഗ്രോവിംഗ് സ്റ്റേജിലാണ് നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലൈവ് പ്രോഗ്രാമുകളിലൂടെ, ബിസിനസ് ബിൽഡിംഗ് സെമിനാറുകളിലൂടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും ഇത് മുഖ്യധാര ഒരു ബിസിനസ് ആയിട്ട്, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് ആളുകൾ ഇതിനെ എടുക്കാൻ തയ്യാറാവണമെന്നാണ്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ വലിയൊരു ജമ്പ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ പോലും നമുക്ക് ഇത്രയധികം കോടികളുടെ ടേൺ ഓവർ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ കൊറോണ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ജമ്പ് വളരെ വലുതായിരിക്കും. ഒട്ടേറെ യുവാക്കൾക്ക്, അല്ലെങ്കിൽ ഒട്ടേറെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ശരിക്കും ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഹൗസ് വൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അങ്ങനെ സമൂഹത്തിന്റെ പല വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഭാഗമാണ് ടീം ഗ്ലോബൽ ഡിജിറ്റൽ ആസാദി മിഷന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഫേസ്ബുക്കിലൂടെയും സൂമിലൂടെയൊക്കെ നടക്കുന്ന പ്രോഗ്രാമുകൾ. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഈ ഒരു ഡിസ്കഷൻ ടേബിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾക്ക് വലിയ സംശയത്തോടു കൂടിയാണ് ഈ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത്. നമ്മളിപ്പോൾ വളരെ ലൈവായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് മോദിക്കറിൽ സംഭവിക്കുന്നത്, എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സംഭവിക്കുന്നത്. സ്റ്റിൽ ആളുകൾ വളരെ ഡൗട്ട്ഫുൾ ആണ്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്? കാരണം ഇന്നിപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉള്ളിലുള്ള ഒരു ചോദ്യം അത് തന്നെയായിരിക്കും. കാരണം പല ആളുകളും ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ ഞാൻ ബിസിനസ് സംസാരിച്ച പല ആളുകളും ഇപ്പം എന്നെ വിളിച്ചിട്ട് ബിസിനസ് അറിയണം, ഇതെന്താണ് കാര്യം, ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് സ്റ്റിൽ ആളുകൾ ഇപ്പോഴും വളരെ ഡൗട്ട്ഫുൾ ആവുന്നു? അതിന് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. എനിബഡി ക്യാൻ സേ. തീർച്ചയായിട്ടും. കാരണം നേരത്തെ അതിന് ഒരു എക്സാമ്പിൾ നേരത്തെ നമ്മുടെ ജിതു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് ഏതൊരു ഇൻഡസ്ട്രിയും നല്ല ലെവൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തൊരു ഉൽപ്പന്നങ്ങളായിക്കോട്ടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള കമ്പനികളും ഒക്കെ വരാറുണ്ട്. ഫേക്ക് കമ്പനികളും ഒരുപാട് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈയിടെ അടുത്ത് തന്നെ കേട്ടു അല്ലെ, ഈവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് പോലും വന്നു. ഇല്ലാത്തൊരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് കോടികൾ തട്ടിപ്പ് നടത്തി തമിഴ്നാട്ടിൽ ഈ അടുത്ത് പോലും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കുക. SBI ബാങ്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബ്രാഞ്ച് ഉണ്ടാക്കി ബ്രാഞ്ച് മാനേജർ ഓപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അതിനെ പലരും തിരിച്ചറിയാതെ പോകുന്നതാണ് വലിയൊരു ഘടകം എന്ന് പറയുന്നത്. അവരെല്ലാം പോയി പല ആൾക്കാരും പോയി പെടുന്നത് ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ ഇരുന്ന ഫേക്ക് കമ്പനീസ് ഉണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു പറയുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഫണ്ട് കളക്ട് ചെയ്തിട്ട് വരുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ്, അവരിപ്പോ പറയുന്നത് ഞങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല, ഷെയർ മാർക്കറ്റ് ലിങ്ക് ചെയ്തില്ല. ഒരു കാരണത്താൽ നമുക്കറിയാം ഈ പറയുന്ന ഷെയർ മാർക്കറ്റ് ലിങ്ക് ചെയ്തോ ബിറ്റ്കോയിൻ ലിങ്ക് ചെയ്തിട്ടോ യാതൊരു തരത്തിലും കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിന് കമ്മീഷൻ കൊടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത്
100% തെറ്റാണ്. അത് യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അല്ല, ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ല, ഫണ്ട് കമ്പനീസിലാണ്. ആൾക്കാരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് പോയിട്ട് ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് പോയിട്ട് അതിന് ഇത്ര ഇരട്ടി എമൗണ്ട് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു സപ്പോർട്ടില്ല, ഇല്ലാത്ത ഫേക്ക് പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന നിരവധി കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ആ കമ്പനികളിലൊക്കെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നുണ്ട്. ചില നമ്മുടെ നാട്ടിലൊക്കെ തന്നെ, കേരളത്തില് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പക്ഷെ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിലേക്ക് പോയിട്ട് ഈ പറയുന്ന രീതിയിൽ 10,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവസാനം 5 6 മാസം കഴിയുമ്പോൾ ആ കമ്പനി അടച്ചിട്ട് പോകുമ്പോൾ ആ പൈസ നഷ്ടപ്പെടുമ്പോൾ അവരാണ് പിന്നീട് നമ്മൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എന്ന രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് വലിയൊരു അനുഭവം. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാരണവശാലും ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലില്ല. മറ്റൊരു കാര്യം, ഇനി ചില കമ്പനികൾ പേരിന് പ്രോഡക്റ്റും കൊണ്ടുവന്നിട്ട് ഞങ്ങളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ പറയുന്ന നിരവധി കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഞാൻ അത്തരം ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളും മോദിക്കെയറിനെ പോലെ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് പോലെ എന്ന് പറഞ്ഞ് വരുന്ന ആൾ പോലെയല്ല, യഥാർത്ഥ കമ്പനികളെ തിരിച്ചറിയുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം എടുത്തു പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന രീതിയാണോ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു കമ്പനി നിങ്ങൾക്ക് വരുമ്പോൾ? അതല്ല, ആ കമ്പനി പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുതരുന്നു, അത് നിങ്ങൾ അധിക വില കൊടുത്ത് വാങ്ങുന്നു. അവിടെ ഒരു ഘടകമുണ്ട് അതിനകത്ത്. ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ മോദിക്കെയർ നമുക്ക് റീസണബിൾ പ്രൈസിന് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫേക്ക് കമ്പനികൾ അല്ലെങ്കിൽ എന്താ പറയാ ഡെയിലി ഇൻകം എന്നൊക്കെ പറഞ്ഞ് നിരവധി കമ്പനികൾ വന്നിട്ട് ആൾക്കാരെ എന്താ പറയാ നമ്മളെ ചീറ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവിടെ ഇതാണ്, പേരിന് പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു പക്ഷേ 2,000 3,000 രൂപയുള്ള പ്രോഡക്റ്റ് 10,000 12,000 വില ഇട്ടിട്ട് പാക്കാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരെ ആ ശൃംഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വരുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇൻകം കൊടുക്കുന്നത് ഇല്ല, ജോഡി മാച്ചിങ് ഇൻകം എന്നൊക്കെ രീതിയിൽ ആളുകൾ വരുന്നതിനനുസരിച്ച് അവരുടെ എമൗണ്ട് കൂടുതൽ വരുന്നതിനനുസരിച്ച് ഇൻകം കൊടുക്കുന്ന രീതി, അതും തെറ്റായ രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതിയിൽ. ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ട് ഇൻകം കൊടുക്കുന്ന കമ്പനിയാണ്. എങ്ങനെയാണ്, എത്ര ടേൺ ഓവർ? അതാണ് നമ്മുടെ മോദിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 62% മാറ്റി വെച്ചിട്ടുണ്ട് പേഔട്ടിന് വേണ്ടിയിട്ട് മാത്രം. 62% മാറ്റി വെച്ചിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി, പേഔട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം. ആ 62% എടുത്തിട്ടാണ് ഓരോരുത്തരുടെയും ടേൺ ഓവറിന് ആനുപാതികമായിട്ട് നമ്മൾക്ക് ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റതൊക്കെ ആളുകൾ വരുന്നതിന് ആനുപാതികമായിട്ട്. അതൊന്നും യഥാർത്ഥ കമ്പനിയല്ല. അവരൊക്കെ ഒരു 4 5 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാക്സിമം പോയി 10 വർഷത്തിനുള്ളിൽ അവരൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ ആ കമ്പനി നിന്ന് നശിച്ചുപോയിട്ട് പുതിയ പേരിൽ അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അവർ വീണ്ടും വരും, ഇതിനകത്ത് ഇനിയും വരും, ഇഷ്ടം പോലെ വരും, ഞങ്ങളും അതേപോലെ. അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനിയിലൊക്കെ പോയി പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉടലെടുക്കുന്നത്. ഇതും ഇങ്ങനെ തന്നെയല്ല, ഞാൻ 2 3 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കമ്പനിയെ അവിടെ ഉണ്ടാവില്ല, എന്റെ ലൈഫ് സ്പോയിൽ ആയിട്ട് പോയി, എന്റെ കരിയർ പോയി, ഞാൻ ഇത്ര വർഷം അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ ആയിരുന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട്. അവരുടെ എനിക്ക് പറയാനുള്ളത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, ഓൾറെഡി ഇഷാദ് തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പഠിക്കേണ്ട കാര്യം പ്രൊഫൈൽ എന്നുള്ളൊരു ഘടകം എന്ന് പറയുന്നത് 25 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് 85 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മദർ കമ്പനി, അതിന്റെ ഡിവിഷനായിട്ട് സ്റ്റാർട്ട് ചെയ്ത മോദിക്കെയർ 25 വർഷം കംപ്ലീറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള കമ്പനി, ഒരുപാട് ആളുകളെ സക്സസ് ക്രിയേറ്റ് ചെയ്ത കമ്പനി, ഒരാൾക്ക് പോലും 1 രൂപ നഷ്ടപ്പെടുത്തി എന്ന് എവിടെയും പറയാൻ പറ്റുന്നില്ല. ആ രീതിയിൽ 1 രൂപ പോലും ലോസ് ഇല്ലാതെ പോകുന്ന കമ്പനി, ഇത് ആ രീതിയിൽ തന്നെ ടേൺ ഓവർ കൂടുതൽ കൊടുക്കുന്നു, അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഒരാൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നത്. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറായി എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ സംശയത്തോടെ കാണുന്ന അല്ലെങ്കിൽ നേരത്തെ അബദ്ധത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ നിങ്ങൾ മോദിക്കെയറിനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇൻകം ലഭിക്കാൻ പോകുന്ന, പാസീവ് ഇൻകം ലഭിക്കാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദിക്കെയർ. അതാണ് എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ സംശയമുള്ള ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു ദിനേഷ്, താങ്ക്സ് ഫോർ യുവർ വണ്ടർഫുൾ ഇൻഫർമേഷൻ. സാർ, എനിക്ക് തോന്നുന്നത് നോർമലി ഇപ്പോ ഈ ഒരു ഇൻഡസ്ട്രി ഒരുപാട് ആളുകൾ ഇതൊരു കരിയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നിരവധി ആളുകളാണ് ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മളൊരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കമ്പനികൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. അതായത് നമുക്ക് അവർ പറയുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങോട്ടാണ് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനികളെ ഇന്റർവ്യൂ ചെയ്യണം. അതായത് കമ്പനികൾ പറയുന്നത് പോലെയുള്ള അവരുടെ ക്രെഡൻഷ്യൽസ് എല്ലാം റെഡിയാണോ, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടോ, ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ, നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളൊരു ഇന്റർവ്യൂ പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കൊറോണ ടൈമിലും 10 കോടിയിലേറെ അല്ലെങ്കിൽ 20 കോടിയും 30 കോടിയും അല്ലെങ്കിൽ 160 കോടി ടേൺ ഓവർ ചെയ്യുന്ന ഒരു കമ്പനി
ഒരുപക്ഷെ ഇന്നത്തെ സെമിനാറിൽ നമ്മൾ കാണുന്നത് 1 കോടിയിലേറെ ബിസിനസ് ടേൺ ഓവർ ഡെവലപ്പ് ചെയ്ത വ്യക്തികളെയാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് ഈസ് ഇറ്റ് പോസിബിൾ, ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണോ, കേരളത്തിൽ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് മോഡൽ ഉണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. സോ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ഒരുമിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ. എനിക്ക് തോന്നുന്നു ജിതുവിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒരു ഒറ്റ കാര്യം പറയാനുണ്ട് സാറ്, വേറെ ഒന്നുമല്ല. സാധാരണ നമുക്ക് 1 കോടിയുടെ ഒക്കെ ഒരു ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് ലക്ഷങ്ങളും അതിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരുപാട് സമയം അതിന് വരും. എന്നാൽ നമുക്ക് വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ വെറും 5 വർഷമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയധികം ടേൺ ഓവർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരാളുടെ കഴിവല്ല, ഒരു ഗ്രൂപ്പിന്റെ കഴിവാണ്. ഇവിടെ എനർജി അല്ല, സിനർജിയാണ്. ഒരു പറ്റം ആൾക്കാർ പുറത്തുണ്ട്, അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇത് സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ വേറൊരു പോയിന്റ് എടുത്ത് പറയാനുള്ളത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഒരു കാർ എടുക്കുക എന്ന് പറയുന്നത് എന്റെ സ്വപ്നത്തിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ അത് ജോലിയിൽ നടക്കില്ല. പക്ഷെ മോദി കെയറോട് നമുക്ക് ഈ ഒരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഇഷ്ട വാഹനം, ഓക്കെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു വരുമാനം, ഒരു അറക്ക സംഖ്യ വരുമാനം, അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട വീട്, നമുക്ക് ഒരു മനുഷ്യന് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ഒരു 5 വർഷം കൊണ്ട് വേറെ ഏത് ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ഇത്രയധികം എന്താ പറയുക ഒരു മിറാക്കിൾ സൃഷ്ടിക്കാൻ പറ്റുക? നിങ്ങൾ ചിന്തിക്കണം, 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഒരു 5 വർഷം കൊണ്ട്, എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നുള്ള ലെവലിലേക്ക് നോക്കുക, എന്റെ മനസ്സിലുള്ള ഒരു 85 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ ആണ്. സാധാരണ ഒരു ജോലിയിൽ നിൽക്കുന്ന ഒരാൾക്ക് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറുമ്പോൾ ഒരു 5 വർഷം കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ MLM ഇൻഡസ്ട്രിയിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ 40 കൊല്ലം കൊണ്ടോ 50 കൊല്ലം കൊണ്ടോ നേടുന്നത് വെറും 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. താങ്ക് യു ജിതു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലിവറേജിംഗ് കോൺസെപ്റ്റ് ആണ്. സോ ഇന്നത്തെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ലിവറേജിംഗ് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിൽ പോലും ഒരു ലിവറേജിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വലിയ വെൽത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യത്തിന് ഇന്ന് ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം ഇന്നൊരു കൊറോണ ടൈമിൽ മിക്കവാറും ആളുകൾ, അല്ലെങ്കിൽ ഒരു 95% ആളുകളും പലപ്പോഴും അവർക്ക് അവരുടെ ജോലി, അവരുടെ ബിസിനസ് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. സോ അവരുടെ അഭാവത്തിൽ അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. സോ ഇന്നത്തെ ബിസിനസ് ബിൽഡിംഗ് സെമിനാറിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ആശയം അത് തന്നെയാണ്. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് ഇൻകം സ്ട്രീം ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം ടു ദിസ് അമേസിംഗ് വേൾഡ്, മോസ്റ്റ് വെൽക്കം ടു ദിസ് അമേസിംഗ് കമ്പനി. ഈ ഒരു കമ്പനിയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഇൻകം സ്ട്രീം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഇന്ന് നിരവധി ആളുകൾ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാറിൽ ഒരു മാസം ലക്ഷക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ പ്രൂവ് ചെയ്ത, വളരെ വിന്നിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണെന്നുള്ളത് നമുക്ക് നിരന്തരം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇന്ന് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ലോക്ക്ഡൌണിലാണ്. ലോകം മുഴുവൻ ലോക്ക്ഡൌണിലുള്ള സമയത്ത് റോക്കറ്റ് പോലെ കുതിക്കുന്ന ഒരു ബിസിനസ് അവസരമായി അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് മോദി കെയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മികച്ച കരിയർ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്ലാനിങ്ങിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, എന്തെങ്കിലും ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, മോസ്റ്റ് വെൽക്കം ടു ദിസ് അമേസിംഗ് ഓപ്പർച്യൂണിറ്റി. മോദി കെയർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോദി കെയർ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ വലിയ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. യെസ് സർ, ഒരു വൺ മോർ, നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ലൈവ് കാണുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. ഒന്ന്, സാർ നേരത്തെ പറഞ്ഞത് ഒട്ടുമിക്ക ആളുകളും ഇപ്പോഴും ഈ ഒരു ബിസിനസ്സിനെ ജനറലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം. കാരണം ഇത് മറ്റേതൊക്കെ ബിസിനസ് പോലെ, മറ്റേതൊക്കെ തട്ടിപ്പ് പോലെ. ഈ കഴിഞ്ഞൊരു ദിവസം എൻ്റെ മൊബൈലിൽ ഒരു സുഹൃത്ത് എന്നോട് വാട്സപ്പ് ചെയ്തത് ഇത് കോട്ടിട്ട പരിപാടിയല്ലേ എന്നാണ് പറഞ്ഞത്. ഈ കോട്ടിട്ട അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ വളരെ വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മുൻകാലത്ത് ഈ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയ ആളുകൾ ഒരുപാട് ദൂരെ, ഒരുപാട് അകലെയൊക്കെ ആയിരുന്നു. ഡൽഹിയിലോ ബോംബെയിലോ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായിരുന്നെങ്കിൽ ഇത് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഒരു പക്ഷേ ബിസിനസ്സിനെ കേൾക്കാൻ മനസ്സുള്ള ചില സുഹൃത്തുക്കൾ പറയുന്ന കാര്യം, നിങ്ങൾ ഒരുപാട് മുന്നേ തുടങ്ങിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫ്രണ്ടിലല്ലേ, ഇനി നമുക്ക്
അത്ര അടുത്തേക്ക് എത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് താഴെയല്ലേ എന്ന ഒരു രീതിയിലുള്ള ഒരു കമന്റ്സ് ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഇത് രണ്ടും വളരെ തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണ്. ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. രണ്ട്, ഈ ബിസിനസ്സിൽ നമ്മൾ പരിചയപ്പെട്ട പോലെ മേലെ നിൽക്കുന്നവന് കാശ് കിട്ടുന്നു, താഴെ നിൽക്കുന്നവന് കാശില്ല. ആദ്യം ഞാനിപ്പോ ഈ അടുത്തിടയ്ക്ക് വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പലപ്പോഴും എങ്ങനെ മറുപടി പറയണമെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ 4 വർഷം മുമ്പ് തുടങ്ങിയില്ലേ, അന്ന് എന്നോട് പറയാമായിരുന്നില്ലേ എന്നൊക്കെയാണ് സാർ ചില ആളുകൾ എന്നോട് പറയാറുള്ളത്. റൈറ്റ്. അപ്പൊ ആക്ച്വലി ഇവിടെ അങ്ങനെ ഒരു മേലെ താഴെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫ്രം മൈ എക്സ്പീരിയൻസ്, ഇപ്പൊ ഈ നിമിഷം ഈ ബിസിനസ് കേട്ട് ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ ഇന്ന് ഈ ഇരിക്കുന്ന സക്സസ്ഫുൾ ആയ ആളുകളെക്കാൾ ഏറ്റവും വലിയ ലക്കിയസ്റ്റ് പീപ്പിൾ, നോ ഡൗട്ട്. കാരണം ഇന്ന് ഈ ഇരിക്കുന്ന ഇപ്പൊ നമ്മളെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇനി സ്ക്രീനിൽ വരാനിരിക്കുന്ന സക്സസ്ഫുൾ ആയ ആളുകളെക്കാൾ കൂടുതൽ ഏറ്റവും ഭാഗ്യവന്മാരാണ് ഇപ്പോ ഈ പ്രോഗ്രാം കണ്ട് ഇന്ന് ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി. കാരണം നമ്മളെ സംബന്ധിച്ചോളം സക്സസ് അത്രയും ചുറ്റുമുണ്ട്. എന്നാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് സക്സസ് എവിടേക്കോ ആയിരുന്നു, പേപ്പറിൽ പോലും ഇല്ല. ഞാൻ വെരി വാലിഡ് പോയിന്റ്. നിന്റെ കൂടെ തൊട്ട് മുമ്പ് സംസാരിച്ച രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള നിരവധി ലീഡേഴ്സിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ വലിയൊരു നന്ദി പറയുന്നുണ്ട്. കാരണം കാണിക്കാൻ അന്ന് പേ ഔട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഇത്തരം സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തത്. ഇന്ന് സക്സസ് ഒരുപാടാണ്. ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും നല്ല റൈറ്റ് ടൈം ആണ് ഇപ്പോൾ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ സംസാരിച്ചു. അതായത് നമ്മൾ ആരും ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നമ്മൾ തുടങ്ങില്ല, നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോ തുടങ്ങില്ല. കാരണം ഏതൊരു ബിസിനസ്സിനും അതിന്റെ റൈറ്റ് ടൈം ഉണ്ട്. ആ റൈറ്റ് ടൈമിൽ ആ ബിസിനസ് തുടങ്ങുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇത് വിജയിക്കും അല്ലെങ്കിൽ ഇത് വിജയിച്ച ഒരു ബിസിനസ് മോഡലാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. താങ്ക് യു ശ്രീജിത്ത്, ദാറ്റ്സ് എ വെരി വെരി വാലിഡ് പോയിന്റ്. സാർ, അന്ന് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ 2 ഷോപ്പേ ഉള്ളൂ, ഒന്ന് എറണാകുളത്തും കണ്ണൂരും. നമ്മൾ അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ എന്താ പറയുക, മുട്ടിന് ഷോപ്പുകളാണ്. ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആയിരക്കണക്കിന് ഷോപ്പുകളുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ്. തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അത് ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഇത് മുൻപ് വന്നാൽ അല്ലെങ്കിൽ ഞാൻ ആദ്യം വന്നാൽ മാത്രമേ വിജയിക്കൂ, അല്ലെങ്കിൽ അത് വളരെ കറക്റ്റ് ആണ്. അത്തരത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകളുടെ മനസ്സിലുണ്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അതായത് ഇന്ന് നമുക്ക് ചുറ്റും ഒരു വലിയൊരു സക്സസ് വൈബ് ഉണ്ട്, ഒരു വലിയ വൈബ്രേഷൻ ഉണ്ട്. കാരണം നിരവധി ആളുകൾ, ഇപ്പൊ നമുക്കറിയാം ടീം ഗ്ലോബൽ ഓർഗനൈസേഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു മാസം 10,000 രൂപയിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. ഒരു മാസം ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളെ പോലെയുള്ള ആളുകൾ നിരവധി തവണ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇത് എന്നുള്ളത്. ഈവൻ കൊറോണ ടൈം അത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഈ ഒരു കൊറോണ ടൈമിൽ പോലും ഒരു സ്റ്റേബിൾ ഗ്രോത്തിൽ ഒരു ഇൻഡസ്ട്രിയാണ് മോദി കെയർ എന്നുള്ളത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പറയാറുണ്ട്, കൊറോണ ആശങ്കയുടേതല്ല, കൊറോണ പ്രതീക്ഷയുടേതാണ്. ഇത് പെർഫെക്റ്റ് ടൈമാണെന്ന് പറയാൻ കാരണം ഈ സമയത്ത് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആളുകള് ജോലി വരുമാനത്തിന് വേണ്ടി മാത്രമാണ് പുറത്തു പോകുന്നത്, കൊറോണ പേടിയില്ലായിട്ടല്ല പോകുന്നത്. ഈ സമയത്ത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി മാത്രമാണ് ആളുകൾ പുറത്തു പോകുന്നത്. കൊറോണനെ ശരിക്കും പേടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തില് ജോലി ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരി വീട്ടിൽ സേഫ് ആയിട്ട് ഇരുന്നുകൊണ്ടൊരു വരുമാനം, അതാണ് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഓരോ ആവശ്യങ്ങളുണ്ട്. ഈ സമയത്ത് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്, വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ 4 മാസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. അതിനേക്കാൾ ഉപരി എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് പോലും ഞാനത് ഓൺലൈനിൽ കൂടെ മാത്രം ഡീൽ ചെയ്ത് പഠിക്കുകയാണ്. നേരിട്ട് പോയാൽ ചിലപ്പോൾ പെട്ടെന്ന് നടക്കുമായിരിക്കും, പക്ഷെ അത് അല്ല, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആളുകൾ മുന്നിൽ. അപ്പോ ഈ ഒരു വളരെ പെർഫെക്റ്റ് ആണ് ഈ ബിസിനസ്സിനെ, എല്ലാവരും കടന്നു വരിക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മാസം എന്ന് പറയുമ്പോൾ അതും 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് സമ്പാദിക്കാൻ പല ആൾക്കാർ അത് സംശയത്തോടുകൂടി നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാർഡിൽ എടുത്ത് നോക്കുക. ഒരു വാർഡിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു വാർഡിൽ, അതിലൊരു 1/3 ഭാഗം അവരുടെ വീട്ടിലേക്ക്
വേണ്ട കേവലം ഒരു 10,000-3000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ തന്നെ ഏകദേശം ഒരു 9 ലക്ഷത്തിന് മേലെ ടേൺ ഓവർ വന്നു. നിങ്ങളുടെ മാസം ഇൻകം 1 ലക്ഷം രൂപയായി. വളരെ സിമ്പിൾ ആണ്. വാർഡിലുള്ള ആളുകൾ മാത്രം പർച്ചേസ് ചെയ്താൽ പോലും അത്ര അവർ ഫുള്ള് വേണ്ട, അതിലൊരു 1/3 ഭാഗം എടുത്താൽ പോലും മാസം 1 ലക്ഷം രൂപയായിട്ട് സിമ്പിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് മോദികർ. വലിയൊരു ബാലികല മലയൊന്നും അല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം വർക്കാണ്. ഒരുമിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ മാറ്റങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു ദിനേശ്, താങ്ക് യു. എന്തായാലും ടീം ഗ്ലോബൽ ഡിജിറ്റൽ ആസാദി മിഷൻ കേരളത്തിലുടനീളം ഒരു വലിയ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള സാധാരണ പരമ്പരാഗതമായ ബിസിനസ് മോഡലുകളിൽ നിന്നെല്ലാം മാറി വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന ബിസിനസ് മോഡലായിട്ട് മോദി കെയർ എന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാർ ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാറിയിരിക്കുന്നു, മോദി കെയർ മാറിയിരിക്കുന്നു. ഇനിയും ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഈ ബിസിനസിനെ വിലയിരുത്തരുത്. നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിൽപ്പനയും അതിന്റെ ഉപയോഗവും അതിന്റെ വിതരണവും നമ്മളൊന്ന് മാറാൻ തയ്യാറാണെങ്കിൽ, അതൊന്ന് മാറി വേറിട്ട രീതിയിലേക്ക് നമ്മൾ അതിനൊന്ന് മാറ്റാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മോദി കെയർ ബിസിനസ്സിലൂടെ നമുക്ക് അത്ഭുതങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ബിസിനസ്സിൽ ഈ ഒരു കൊറോണ സമയത്തും വലിയ വിജയങ്ങൾ നേടിയെടുത്ത ആളുകളാണ് ഇന്ന് എന്റെ കൂടെ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാറിൽ പങ്കെടുത്തത്. ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ, ഈ ഒരു ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ മാസം 1 കോടിയിലേറെ ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എന്റെ അപേക്ഷ എന്ന് പറയുന്നത്, ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിന്നിംഗ് ബിസിനസ് മോഡലാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഓരോ കാലഘട്ടത്തിലും ഓരോരോ ബിസിനസ് മോഡലുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് മോദി കെയർ എന്ന് പറയുന്ന ഒരു ബിസിനസ്. കാരണം ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനാണ്. 130 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജനങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിക്കണമെങ്കിൽ മിനിമം ഒരു 5-10 ബ്രാൻഡുകൾ ഉപയോഗിച്ചേ മതിയാവും. പ്രോഡക്റ്റുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് സ്വന്തം ബ്രാൻഡുകൾ നമുക്ക് ഉപയോഗിച്ചുകൂടാ? അത് മറ്റുള്ളവർക്ക് നമുക്ക് പരിചയപ്പെടുത്തിക്കൂടാ? ഇന്ന് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്നത് സെലിബ്രിറ്റികളാണെങ്കിൽ, കോടികൾ സമ്പാദിക്കുന്നത് അവരാണെങ്കിൽ, ആ ഒരു ജോലി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. സോ ഈ ഒരു ബിസിനസ് ബിൽഡിംഗ് സെമിനാർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ടീം ഗ്ലോബൽ ഡിജിറ്റൽ ആസാദി മിഷന്റെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി ഇൻഫോർമേഷൻസ്, ഒട്ടനവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫേസ്ബുക്ക് ലൈവിനെ കുറിച്ച് നിങ്ങളോട് ആരാണോ സംസാരിച്ചത് അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവുക, അവരുമായിട്ടൊരു അപ്പോയിന്റ്മെന്റിന് നിങ്ങൾ തയ്യാറാവുക, ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെ ഒട്ടനവധി വിജയിച്ച ആളുകളുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു എ വണ്ടർഫുൾ ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്.